നമസ്കാരം. വയനാട്ടിലെ ലക്ഷ്യ സമ്മിറ്റിന് ശേഷം കോൺഗ്രസ് നേതാക്കൾ വല്ലാത്ത ആത്മവിശ്വാസത്തിലാണ്. വല്ലാത്ത ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ആത്മവിശ്വാസവും സന്തോഷവും അവരുടെ മുഖത്തുണ്ട്. ആ ആത്മവിശ്വാസത്തിന്റെ പുറത്താണ് കെ പി സി നേതാക്കളും അതുപോലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ചങ്കിൽ കൈവച്ച് പറയുന്നത് UDF അധികാരത്തിൽ വരും, 100 സീറ്റ് നേടും എന്ന ഒരു ചലഞ്ച് LDFന് മുന്നിൽ വയ്ക്കുകയാണ്. എന്താണ് ഈ ആത്മവിശ്വാസത്തിന്റെ കണക്ക്? സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മുടെ പാർട്ടികളായി കോൺഗ്രസ് വക്താവ് ജിൻഡോ ജോൺ, ഇടത് സഹയാത്രി CPM സഹയാത്രികൻ BN ഹസ്കർ, രാഷ്ട്രീയ നിരീക്ഷകൻ MN കാരശ്ശേരി. ആദ്യം ജിൻഡോയിലേക്ക്. ജിൻഡോ, അഭൂതപൂർവം എന്ന് പറയാവുന്ന ഒരു സന്തോഷവും ആത്മവിശ്വാസത്തോടെയുമാണ് ഇന്ന് KPCC നേതൃത്വം, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ സംസാരിക്കുന്നത്. അതിൽ KPCC അധ്യക്ഷൻ പറയുന്നൊരു കാര്യമുണ്ട്, ഇത് വെറും പറയുന്നതല്ല, ഇത് കാൽക്കുലേറ്റഡ് ആണെന്ന് പറയുന്നു. എന്താണ് ആ കാൽക്കുലേഷൻ? ജിംസേ, ഞങ്ങളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ് ഇന്നത്തെ ലക്ഷ്യ മീറ്റിങ്ങിന് ശേഷമുള്ള നേതാക്കന്മാരുടെ പ്രസ്താവന. ആ പ്രസ്താവനയെ തുടർന്നല്ല ഈ സന്തോഷമുണ്ടാകുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് റിസൾട്ട്, കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്കിടയിൽ നടന്ന നിയമസഭ ബൈ ഇലക്ഷൻസ്, വയനാട് ബൈ ഇലക്ഷൻ, അതിനുശേഷം നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ബൈ ഇലക്ഷൻസ്, 2025 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട്, ഇതെല്ലാം പരിശോധിക്കുമ്പോൾ കേരളം കോൺഗ്രസിന് അനുകൂലമായി UDFന് അനുകൂലമായി ചിന്തിച്ചു തുടങ്ങുന്നു എന്നുള്ള അതിൻ്റെ കൃത്യമായ വിലയിരുത്തലുണ്ട്. ഇവിടെ ഇത് സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ജനഹിതമുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷെ അതിനേക്കാളപ്പുറം ഈ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നന്നായിട്ട് ബൂത്ത് ലെവലിൽ പ്രവർത്തിച്ച ഒരു സംഘടനാ സംവിധാനം കണ്ടതാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് UDFൻ്റെ നേതൃത്വത്തിൽ. വോട്ടർ പട്ടികയിൽ കൃത്യമായിട്ട് വോട്ടുകൾ ചേർക്കുന്നു, വോട്ടുകൾ കുറച്ച് മാറ്റേണ്ടതുണ്ടെങ്കിൽ അത് മാറ്റുന്നു, വോട്ടർ പട്ടിക കൃത്യമായിട്ട് പഠിക്കുന്നു, സ്ഥാനാർത്ഥി നിർണയത്തിൽ കൃത്യമായിട്ട് നേരത്തെ തന്നെ കാൽക്കുലേറ്റഡ് ആയിട്ട് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നു. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ജനവിരുദ്ധ നടപടികൾക്കെതിരായിട്ട് ജനപക്ഷ സമരങ്ങൾ കൃത്യമായിട്ട് നടത്തി ആ സമരങ്ങളുടെയൊക്കെ വിജയമായിട്ട് ഇത് മാറുന്നു. കാലികമായിട്ടുള്ള രാഷ്ട്രീയം കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്നു. അതായത് ഇപ്പോൾ വർഗീയ ധ്രുവീകരണത്തിലൂടെ സംസ്ഥാനത്ത് തന്നെ സമുദായങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ നോക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള വർഗീയവാദികളെ കൃത്യമായിട്ട് തുറന്ന് എതിർക്കാൻ UDFൻ്റെ നേതാക്കന്മാർ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനെ പോലുള്ള ആളുകൾ ആർജവം കാണിച്ചുകൊണ്ട് മുന്നിൽ നിന്ന് നയിക്കുന്നു. അത് കേരളത്തിൻ്റെ നവോത്ഥാന കേരളത്തിൻ്റെ യഥാർത്ഥ പോരാളികൾ ആരാണ് എന്ന് തെളിയിക്കുന്നതാണ് ജനങ്ങളുടെ മുമ്പിൽ. അത് മാത്രമല്ല, സംസ്ഥാന സർക്കാരിനെതിരായിട്ട് വലിയ രീതിയിലുള്ള ജനവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒക്കെ റിസൾട്ടുകൾ പറയുന്നു. അതിനോടൊപ്പം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടവർക്കോ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന CPMനോ നാളിതുവരെ കൃത്യമായിട്ട് ഒരു വിശകലനം നടത്താനോ ആളുകളുടെ മുമ്പിൽ തുറന്ന് പറയാനോ പറ്റാത്ത രീതിയിൽ അവർ ഡിഫൻസിൽ പോകുന്ന ഒരു വിഷയമാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള. അതിന് മറുപടി പറയാൻ പറ്റിയില്ല. അഴിമതി, നിരവധിയായിട്ടുള്ള അഴിമതികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടിയാണ്. ഇതുവരെ CPMൻ്റെ ഒരു നേതാവിനും കൃത്യമായിട്ടൊരു മറുപടി പാർട്ടിയുടെ സഖാക്കന്മാരോട് പോലും പറയാൻ പറ്റാത്ത രീതിയിലുള്ള വിഷയങ്ങൾ. അതുപോലെ തന്നെ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തെ ആഭ്യന്തര വകുപ്പിന്റെ RSS വൽക്കരണം, അത് ദൃശ്യമായ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അനുദിന ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശബ്ദമുയർത്താൻ CPMന്റെ പക്ഷത്ത് LDFൽ ഒരാൾ പോലും ഇല്ലാത്ത അവസ്ഥയാണ്. വല്ലപ്പോഴും CPI ഒന്ന് മുരടനിക്കൽ ആയി, അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവുമില്ല. അതിനപ്പുറത്ത് തീവ്ര വർഗീയ വാദം പറയുന്ന ആളുകളെ പ്രീണിപ്പിക്കുന്ന നടപടി, അവരെ പോലുള്ള വർഗീയവാദികളെ കൈപിടിച്ച് 1ാം നമ്പർ സ്റ്റേറ്റ് കാറിൽ കൊണ്ടുപോയി അവരാണ് കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ സമിതി അധ്യക്ഷന്മാരെന്ന് പറയുന്ന രീതിയിലുള്ള സമീപനങ്ങളൊക്കെ, ഇതിനെയൊക്കെ കൃത്യമായിട്ട് കേരളത്തിലെ മതേതര നിരപേക്ഷ ജനാധിപത്യ ചേരിയിലുള്ള മനുഷ്യർ തിരിച്ചറിഞ്ഞ് തിരുത്തുന്ന കാഴ്ചയാണ് ഈ 2025 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പല വികാരമുണ്ട് എന്ന് നിങ്ങൾ പറയുന്ന ആ കാര്യം അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തെളിഞ്ഞതാണ്. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആ ഒരു ഭരണവിരുദ്ധ വികാരം എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുക? അപ്പോൾ ജില്ലാ പഞ്ചായത്തുകളുടെ കണക്കെടുത്താൽ അങ്ങനെ ഒരു വലിയ മേധാവിത്വം നിങ്ങൾക്കില്ല. ജില്ലാ പഞ്ചായത്തുകൾ കണക്കെടുത്താൽ ഈ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കണക്കിലാണ് ഇത് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 2011 ഇതേക്കാൾ കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്ത് നിങ്ങൾക്ക് ലഭിച്ചിരുന്നു. എന്നിട്ട് നിങ്ങൾക്ക് അത്രയും വലിയൊരു വിജയം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞില്ല. അപ്പോൾ ഇതിന്റെ കണക്കാണ് ഞാൻ ചോദിക്കുന്നത്. ആ ഫീലിംഗ് അവിടെ നിൽക്കട്ടെ. ആ ഫീലിംഗ് ഇനി ഈ മാസങ്ങളോളം തുടരുമോ നമുക്ക് കാണാം. അല്ല, ഇതിൽ UDFന് കിട്ടിയിട്ടുള്ള വോട്ട് ശതമാനം നോക്കിയാൽ LDFനേക്കാൾ ബഹുദൂരം മുന്നിലാണ്. ഇനി സീറ്റുകളുടെ എണ്ണം നോക്കിയാലും ഏകദേശം 8000-ലധികം സീറ്റുകൾ UDFന് കിട്ടുമ്പോൾ അപ്പുറത്ത് LDF ബഹുദൂരം പുറകിലാണ്. അപ്പോൾ ഇത്തരത്തിൽ ഓരോ സീറ്റുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും അതുപോലെ കോർപ്പറേഷനുകളുടെ റിസൾട്ട് 4 കോർപ്പറേഷൻ UDF ഭരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അത് എവിടേക്കാണ് എത്തിയതെന്നും കൂടി നോക്കണം. ഞങ്ങൾ ഒന്നുമില്ലാത്തിടത്ത് നിന്നാണ് ഈ പോരാട്ട വിജയം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് തരുന്ന
പറയുന്ന വലിയ ഒരു ആത്മവിശ്വാസമുണ്ട്. പഞ്ചായത്തുകളുടെ റിസൾട്ട് നോക്കുമ്പോൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭരിക്കുന്നവരുടെ എണ്ണം നോക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു 1.5 മാസം മുമ്പ് LDFന്റെ പ്രതിനിധി LDF സഹയാത്രികരുമായിട്ട് ഞങ്ങൾ തർക്കിക്കുമ്പോൾ അവർ പറഞ്ഞത് ഇവിടെ 500-ലധികം പഞ്ചായത്തുകൾ ഭരിക്കുന്നത് LDF ആണ് എന്നാണ്. ഇന്ന് എന്താ സംഭവിച്ചിരിക്കുന്നത്? അപ്പോൾ ജനങ്ങൾ ഇതെല്ലാം തിരിച്ചറിയുന്നുണ്ട്. ബേസിക്കലി സംസ്ഥാന സർക്കാരിന്റെ ഭരണവിരുദ്ധ തരംഗം എന്നുള്ളതിനേക്കാൾ അപ്പുറം, ഈ സർക്കാരിനെതിരായിട്ട് തീർച്ചയായിട്ടും തരംഗമുണ്ട്, അതിനേക്കാൾ അപ്പുറം കൃത്യമായിട്ട് ഫീൽഡിൽ ഇറങ്ങി എണ്ണയിട്ട യന്ത്രം പോലെ പണിയെടുക്കാൻ പ്രാപ്തരായിട്ടുള്ള തയ്യാറായിട്ടുള്ള UDFന്റെ പ്രവർത്തകരുടെ വിജയമാണ് ഇതിൽ കാണുന്നത്. ഞങ്ങൾ വോട്ടർ പട്ടികയിൽ ചരിത്രത്തിൽ ഇതിനു മുമ്പില്ലാത്ത രീതിയിൽ ഞങ്ങൾ പണിയെടുത്തിട്ടുണ്ട്, വോട്ടർ പട്ടിക പഠിച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് സ്ഥാനാർത്ഥി നിർണയം നടത്തിയിട്ടുണ്ട്. ഏതാനും ചില സ്ഥലങ്ങളിലെ ചെറിയ പോരായ്മകൾ ഒഴിച്ചു നിർത്തിയാൽ വലിയ വിജയമാണ്. ഞങ്ങൾ ഒന്നുമില്ലാത്തതിൽ നിന്ന് വലിയ വിജയം നേടുമ്പോൾ അത് ഞങ്ങൾക്ക് തരുന്ന ആത്മവിശ്വാസം വലുതാണ്. ആ ആത്മവിശ്വാസത്തിന്റെ മുമ്പിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19% വോട്ടുണ്ടായിരുന്ന 20% വോട്ടുണ്ടായിരുന്ന NDAയുടെ വോട്ട് ശതമാനം 14% താഴുകയും കൂടി ചെയ്യാണ്. അപ്പോൾ ഒരേ സമയം കേരളത്തിലെ വർഗീയവാദികൾക്ക് പ്രീണനം നടത്തിക്കൊണ്ടിരിക്കുന്ന CJPയിലെ 2 മുന്നണികളും, അതായത് LDFനും അതുപോലെ തന്നെ NDAക്കും ഒരുപോലെ നഷ്ടം സംഭവിക്കുമ്പോൾ കൃത്യമായിട്ട് മതേതര ചേരിയുടെ പക്ഷത്ത് നിൽക്കുന്ന ജനപക്ഷമായിട്ടുള്ള UDFന് വലിയ വിജയമുണ്ടാകുന്നത് ഞങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നതാണ്, ആത്മവിശ്വാസം നൽകുന്നതാണ്. അത് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് നയിക്കുന്ന കാര്യം. ഇനി 2026 ഞങ്ങൾ പോകുന്നത് കേവലം ഇപ്പോൾ കിട്ടിയ വിജയത്തിൽ അഭിരമിച്ചുകൊണ്ട് അമിത ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയല്ല, പകരം മിഷൻ 2026 പ്രഖ്യാപിക്കുന്നു. ഞങ്ങൾ ബൂത്തിലേക്ക് പോകുന്നു, വോട്ടർ പട്ടിക പഠിക്കുന്നു, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നു, SIRലുള്ള പഠനങ്ങൾ നടത്തുന്നു. ഞങ്ങൾ താഴെത്തട്ടിലേക്ക് പോകുക, ഞങ്ങൾ ജനങ്ങളിലേക്ക് പോവുക. പകരം ശബരിമല സ്വർണ്ണക്കൊള്ളയെ കുറിച്ചിട്ട് വിവരിക്കാൻ വേണ്ടിയിട്ട്, വിശദമാക്കാൻ വേണ്ടിയിട്ട് വീട് കയറാൻ വരുന്ന CPMന്റെ നേതാക്കന്മാരെ നമ്മൾ ആരും കാണുന്നില്ലല്ലോ. അതിനു പകരം കോൺഗ്രസിന്റെ പ്രവർത്തകർ, UDFന്റെ പ്രവർത്തകർ ബൂത്തിൽ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. ഞങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറായി കഴിഞ്ഞു. അത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന കാര്യത്തിലല്ല, അതിനു മുമ്പേ വോട്ടർ പട്ടികയിലുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. ശരി ജിൻഡോ, ഞാൻ ജിൻഡോയിലേക്ക് വരാം. ശ്രീ എമൻ കാരശ്ശേരി, ഈ UDF എന്ന് പറയുന്ന മുന്നണിയെ സംബന്ധിച്ച് ആ മുന്നണിയിലെ ഏറ്റവും പ്രശ്നക്കാരനായ പാർട്ടി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണ്. ലീഗിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നക്കാരൻ ഇമേജ് ഇല്ല. ഈ പ്രശ്നക്കാരൻ ഇമേജ് എന്ന് പറയാൻ കാരണം അവരുടെ പരാജയം കൊണ്ടാണ് പലപ്പോഴും ആ മുന്നണി തോറ്റുപോകുന്നത്. അപ്പോൾ ഈ ഇത്രയും ആത്മവിശ്വാസത്തോടെ പ്രതിപക്ഷ നേതാവും KPC പ്രസിഡന്റൊക്കെ ഇത് പറയുമ്പോൾ മലബാറിലെ കോൺഗ്രസ് എന്താണ്, മലബാറിൽ എവിടെയൊക്കെയാണ് അവർക്ക് ഫുട് ഹോൾഡ് ഉള്ളത്? ഇപ്പോൾ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലൊക്കെ എന്ത് അത്ഭുതമാണ് അവർ കാണിക്കാൻ പോകുന്നത്, ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുത്താൽ പോലും. അപ്പോൾ ഇവിടങ്ങളിലൊക്കെ വേര് പറഞ്ഞു പോയ പാർട്ടി, തൃശ്ശൂർ പോലെ അതിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ വേരില്ലാത്ത പാർട്ടി, അവർ ഈ പറയുന്ന ആത്മവിശ്വാസം യഥാർത്ഥത്തിലുള്ളതാണ്? കണക്ക് ശരിയാവുമോ? അജിംസ്, എനിക്ക് തോന്നുന്നത് ആ ഭരണവിരുദ്ധ വികാരം കൃത്യമായിട്ടുണ്ട്. അതിന് ഞാനത് കാണുന്നത് LDFിലെ ആളുകൾ തന്നെ LDFിനെതിരായിട്ട് വോട്ട് ചെയ്യും എന്നുള്ളതാണ്. എല്ലാവരും അല്ല, വലിയ ശതമാനം. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം 10 കൊല്ലത്തെ ഭരണം കൊണ്ട് പലതരത്തിലുള്ള അഴിമതി, അഹങ്കാരം, അങ്ങനെ പറയുമല്ലോ, പവർ കറപ്റ്റ്സ്, അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി. അധികാരം ദുഷിപ്പിക്കുന്നു, പരമായ അധികാരം പരമായി ദുഷിപ്പിക്കുന്നു, ആക്ടിൻ്റെ വാചകമാണ്. അപ്പോൾ അതിനെപ്പറ്റി LDFിനകത്ത് ഇപ്പോൾ CPIക്ക് എപ്പോഴും ആ ഒരു അമർഷം അവർ പുറപ്പെടുവിക്കുന്നുണ്ട്. അങ്ങനെ പുറത്തു പറയാൻ പറ്റാത്ത ഒരു സ്ഥിതി. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ള ഒരു ഘടകം എടുക്കുക, അതിനെപ്പറ്റി മറുപടി പറയാൻ അണികൾക്ക് സാധിക്കില്ല. അവർ നാണം കെട്ട് തല താഴ്ത്തേ പറ്റുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ പരിധി ന്യായീകരിക്കുന്ന ഹസ്കർ തന്നെ അതിനെ തള്ളിപ്പറഞ്ഞത് ഞാൻ ഒരു വീഡിയോയിൽ കണ്ടു. ആ തരത്തിൽ, അതായത് ഇപ്പോൾ എങ്ങനെയാണ് കരുവന്നൂർ ബാങ്കിൻ്റെ കേസ്, അല്ലെങ്കിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ കേസ്, അതിലിപ്പോൾ ജയിലിൽ കിടക്കുന്ന നേതാക്കന്മാർക്കെതിരായിട്ട് നടപടിയെടുക്കാത്തതിൻ്റെ കാരണം എന്താണ് തുടങ്ങിയുള്ളതൊന്നും വിശദീകരിക്കാൻ സാധിക്കില്ല. ഇത് ഈ 140 മണ്ഡലങ്ങളിലും ഏറിയ അളവിലോ കുറഞ്ഞ അളവിലോ ഉണ്ടാവും. നിഷ്പക്ഷ വോട്ടർമാരുടെ കുറേ വോട്ട്, അതുപോലെ CPMൻ്റെ അണികളുടെ കുറച്ച് വോട്ട് ഒക്കെ UDFന് കിട്ടാം. കുറച്ചൊക്കെ നമുക്ക് എന്തുകൊണ്ട് BJP പരീക്ഷിച്ചുകൂടാ എന്ന തരത്തിൽ കുറച്ചൊക്കെ BJPയിലേക്കും പോവും എന്നാണ് എനിക്ക് തോന്നുന്നത്, പ്രത്യേകിച്ച് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ. അതിലിപ്പോൾ അതിൻ്റെ ശോഭ കെടുക്കുന്ന 2 കാര്യം ഉണ്ടായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന് ശശി തരൂരിൻ്റെ ഈ ഇടയാട്ടം, വേറൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അദ്ദേഹം ഉണ്ടാക്കിയ വിവാദം. അപ്പോൾ
കോൺഗ്രസ്സിന് തീർച്ചയായിട്ടും ജിൻഡോ ജോൺ പറഞ്ഞ അളവിൽ ഞാൻ വിചാരിക്കുന്നില്ലെങ്കിലും പതിവില്ലാത്ത തരത്തിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാർ ഒന്ന് ഉഷാറായി. കാരണം 10 കൊല്ലമായിട്ട് ഭരണം കിട്ടിയില്ല, ഇനി ഭരണം കിട്ടിയില്ലെങ്കിൽ ഇവിടെ കോൺഗ്രസ് ഉണ്ടാവുകയില്ല എന്നുള്ള ഒരു തിരിച്ചറിവിൽ ഇതേ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് സി പി എമ്മിനുണ്ട്. കാരണം ഇത്തവണ അവർക്ക് ഭരണം തുടരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയും ഭരണമില്ലാത്ത ഒരു പാർട്ടിയായി അവർ മാറും. പക്ഷേ ആ തിരിച്ചറിവിലാണോ അവർ പ്രവർത്തിക്കുന്നത്? ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, അവരുടെ ആരും അല്ലല്ലോ വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹം ഒരു സാമുദായിക സംഘടനയുടെ നേതാവാണ്. അദ്ദേഹം മുന്നണിക്കും ഗവൺമെൻറ്റിനും മൊത്തം കേരളീയർക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന മട്ടിൽ, ഇവിടെ ചേരുതുണ്ടാക്കുന്ന മട്ടിൽ അർദ്ധസത്യവും അസത്യവും അതിശയോക്തിയും ഉപയോഗിച്ച് ക്രിസ്ത്യൻ സമൂഹത്തെയും മുസ്ലിം സമൂഹത്തെയും നിരന്തരം ആക്രമിക്കുന്നു. പിന്നെ മലപ്പുറം എന്നൊരു പ്രദേശത്ത് തന്നെ അവിടെ മതാധിപത്യമാണ് എന്ന് വരെയും പറയുന്നു. അതിനർത്ഥം എന്താ? പിണറായി വിജയൻ്റെ ഭരണം അവിടെ നടക്കുന്നില്ല എന്നല്ലേ? മുഖ്യമന്ത്രിയായിട്ട് ശ്രീ പിണറായി വിജയൻ ഇരിക്കുന്നു, ആഭ്യന്തര വകുപ്പ് അദ്ദേഹം കൈകാര്യം ചെയ്യുമ്പോൾ മലപ്പുറത്ത് മതാധിപത്യമാണ്, അവിടെ ഈഴവന്മാർക്ക് ജീവിക്കാൻ വയ്യ എന്ന് പറഞ്ഞാൽ അതിന് മറുപടി വരേണ്ടത് മലപ്പുറംകാരോ മുസ്ലിം ലീഗോ UDF അല്ല. അതിന് മറുപടി വരേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അപ്പോൾ ആ തരത്തിൽ അദ്ദേഹം BJPക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന, BJPക്ക് വേണ്ടി പ്രചാരവേല നടത്തുന്ന, അവർക്ക് വേണ്ടി കളമൊരുക്കുന്ന ഒരു BJP ഏജൻ്റാണ് അദ്ദേഹം. അതേ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു കാല് CPMൻ്റെ കൂടെയാണ്. അതിൻ്റെ ഒരു തെളിവാണ് ആ കാർ യാത്ര. അപ്പോൾ ആ ഒരു ആത്യന്തിക ഘട്ടം ഇപ്പോൾ ഇങ്ങനെ പോയാൽ ഇനിയും അധികാരം കിട്ടിക്കഴിഞ്ഞാലാണ് തീരെ പാർട്ടി ഇല്ലാതാവുക എന്ന് തിരിച്ചറിയുന്ന നേതാക്കന്മാരും അനുയായികളും ആ പാർട്ടിയിലുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. CPM ഇനി ബാക്കിയാവാൻ പോകുന്നത് ഭരണം കിട്ടാഞ്ഞാലല്ല, ഭരണം കിട്ടിയാലാണ്. കാരണം ഒന്നാം പിണറായി സർക്കാർ എത്ര ഭേദമായിരുന്നു, രണ്ടാം പിണറായി സർക്കാർ എത്ര മോശമായി എന്ന് ആ മുന്നണിയിലും പാർട്ടിയിലുള്ള ആൾക്കറിയാം. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഇവിടെ ഇപ്പോൾ ജിൻഡോ ജോൺ പറയാത്തൊരു ഉദാഹരണം ഞാൻ പറയാം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എന്നൊരു സംഗതി പിണറായിക്ക് മുമ്പില്ല. ഒന്നാം പിണറായി സർക്കാരാണ് അങ്ങനെ വിദ്യാഭ്യാസ വകുപ്പിനെ രണ്ടായിട്ട് വിഭജിച്ചിട്ട് ഉന്നത വിദ്യാഭ്യാസം പൊതുവിദ്യാഭ്യാസം ഉണ്ടാക്കിയത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു ജലീൽ. ഇപ്പോൾ ആ സ്ഥാനത്തിരിക്കുന്നത് ശ്രീമതി ബിന്ദുവാണ്. ഇവിടെ ഏറ്റവും കുഴഞ്ഞു കിടക്കുന്നത് ഉന്നത വിദ്യാഭ്യാസമാണ്. കാരണം ഇപ്പോൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് കൃത്യമായിട്ട് വൈസ് ചാൻസലർ ഉള്ളത്, എവിടെയാണ് ചാൻസലറും പ്രോ ചാൻസലറും ഒക്കെ ആയിട്ട് ഒരു നല്ല ബന്ധമുള്ളത്, എവിടെയാണ് മര്യാദയ്ക്ക് സിൻഡിക്കേറ്റ് പ്രവർത്തിക്കുന്നത് ആലോചിച്ച് നോക്കുക. അപ്പോൾ ആരെയാണ് VC ആക്കുന്നത്, ആരെയാണ് PVC ആക്കുന്നത് എന്നൊക്കെ ആ ഉന്നത വിദ്യാഭ്യാസ രംഗം കുത്തഴിഞ്ഞ് കിടക്കുകയാണ്. എനിക്കത് വല്ലാതെ അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ ആ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. വളരെ കാലം ഞാൻ യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനായിരുന്നു, കോളേജിൽ അധ്യാപകനായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് ഈ തരത്തിൽ സ്വന്തം അണികൾക്ക് തന്നെ അഭിമാനപൂർവ്വം മറുപടി പറയാൻ കഴിയാത്ത തരത്തിൽ ചില ക്യാപ്സൂളുകൾ ഉപയോഗിച്ച് കള്ളം പറയുകയോ അല്ലെങ്കിൽ അന്യായമായി ന്യായീകരിക്കുകയോ ചെയ്യുന്നതിനപ്പുറത്ത് അവനവന് ബോധ്യം വരുന്ന മട്ടിൽ ഒരു കാര്യം പറയാൻ വയ്യാത്ത സ്ഥിതിയുണ്ട്. അതുകൊണ്ട് ഏത് മണ്ഡലത്തിലും ഈ തരത്തിൽ ഒരു ഒഴുക്ക് ഉണ്ടാവാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത്, അവർ സ്ഥാനാർത്ഥി നിർണയത്തിൽ അവരെപ്പോഴും അപകടം കാണിക്കുന്ന കൂട്ടരാണ്. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, 2011 മുഖ്യമന്ത്രിയായിരിക്കെ ശ്രീ പിണറായി വിജയൻ രണ്ടാമത് മത്സരിക്കാൻ വരുന്നു. ഇവിടെ ധർമ്മടത്ത് ആരായിരുന്നു എതിർ സ്ഥാനാർത്ഥി? K. രഘുനാഥ് എന്ന ഒരാളാണ്. ഞാൻ അദ്ദേഹത്തെ നിന്ദിച്ച് പറയല്ല. പിണറായി വിജയൻ്റെ എതിരാളിയായിട്ട് നിർത്താൻ ആരെയാണ് ഈ പാർട്ടി കണ്ടത്? അദ്ദേഹത്തിന് 45,000 വോട്ട് കിട്ടിയപ്പോൾ പിണറായിയുടെ ഭൂരിപക്ഷം തന്നെ 50,000 ആയിരുന്നു. പോട്ടെ, അത്ര വലിയ. ഇപ്പോൾ തവനൂരിൽ KT ജലീൽ മത്സരിക്കുന്നു. ആരാണ് എതിർ സ്ഥാനാർത്ഥി? രാഷ്ട്രീയമേ ഇല്ലാത്ത ഫിറോസ് കുന്നംപറമ്പിൽ നിന്ന് ഒരാളാണ്. അവിടെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരിലെ യുവജന നേതാക്കന്മാരിലെ ഒരു പാർട്ടിക്കാരനായിട്ട് അനവധി കാലം UDFന് വേണ്ടിയോ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു നേതാവിനെ നിർത്താതെ അവിടെ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് ഒരു തരത്തിലും മേൽവിലാസമില്ലാത്ത വേറെ രംഗത്ത്, അതായത് ചികിത്സയ്ക്ക് പണം സംഭരിക്കുന്ന തരത്തിൽ ഒരു പൊതുപ്രവർത്തകൻ, ഞാൻ അദ്ദേഹത്തെ നിന്ദിക്കാനല്ല പറയുന്നത്, അദ്ദേഹം രാഷ്ട്രീയക്കാരനല്ലാത്ത അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇവർ സ്ഥാനാർത്ഥി നിർണയത്തിൽ എപ്പോഴും അബദ്ധം കാണിക്കുന്ന ഒരു പരിപാടി അവർക്കുണ്ട്. പിന്നെ ഇപ്പോഴുള്ള ഒരു പ്രശ്നം, കോൺഗ്രസിൻ്റെ 3 MLAമാരുടെ പേരിൽ പലതരത്തിലുള്ള കളങ്കമുണ്ട്. അതിലേറ്റവും പ്രധാനം രാഹുൽ മാങ്കൂട്ടത്തിലാണ്, കൊല്ലത്തെ MLA.
വേറെ ഒന്ന് പെരുമ്പാവൂർ MLA എൽദോസ് കുന്തപ്പള്ളിയാണ്, വേറെ ഒന്ന് കോവളത്തെ MLA M. വിൻസെൻ്റാണ്. ഈ 3 പേർക്കും ടിക്കറ്റ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ ടിക്കറ്റ് കൊടുക്കുകയില്ല എന്ന് പറയാനുള്ള ഒരു ആർജവം കോൺഗ്രസിനില്ല. അല്ലെങ്കിൽ അവർ പറഞ്ഞായിട്ട് നമ്മൾ കേൾക്കുന്നില്ല. പിന്നെ ഇത്തരം കളങ്കിതർ അപ്പുറത്തുണ്ട്. അതായത് ഇപ്പോൾ കൊല്ലത്തെ MLA M. മുകേഷ്, അല്ലെങ്കിൽ നേരത്തെ ഷൊർണൂരിൽ MLA ആയിരുന്ന PK ശശി, പാർട്ടിയുടെ ഇത്തരം അപവാദങ്ങൾക്കും കേസുകൾക്കും നടപടി നേരിട്ട P. ശശി, അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ ഇപ്പോഴത്തെ മന്ത്രിയായിരിക്കുന്ന ഗണേഷ് കുമാർ, ഇവരൊക്കെ ഈ തരത്തിൽ ലൈംഗിക അപവാദങ്ങളും കേസുകളും നേരിട്ട ആളുകളാണ്. അപ്പോൾ കളങ്കിതരായ ആളുകളെ മാറ്റി നിർത്തുക എന്നൊരു പരിപാടി ഉണ്ടോ? അത് പറയാൻ പറ്റണമല്ലോ. കാരണം ജനങ്ങളുടെ മുമ്പാകെ നിൽക്കുമ്പോൾ ഞങ്ങൾ ഈ തരത്തിലുള്ള കേസുള്ള ആളുകളെ, ഇത്തരത്തിൽ അക്രമം കാണിച്ച ആളുകളെ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, എന്നിട്ടും അദ്ദേഹം മത്സരിക്കുകയില്ല, അദ്ദേഹത്തിന് ടിക്കറ്റ് കൊടുക്കുകയില്ല എന്ന് പറയാൻ PJ കുര്യനെ പോലെ മുതിർന്ന ഒരു നേതാവിന് പോലും പറ്റാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനം ജനസേവനമാണ്. അതിന് ഏറ്റവും വേണ്ടത് ആളുകളുടെ സ്വഭാവശുദ്ധിയാണ്. ഈ സ്വഭാവശുദ്ധി ഇല്ലാത്ത ആളുകളെ മത്സരിപ്പിക്കുന്നു. പിന്നെ എനിക്ക് മനസ്സിലായിട്ടില്ല, ഇവിടെ എപ്പോഴും വരുന്നൊരു കാര്യമാണ്, ഒരാൾ MLA ആയിരിക്കുമ്പോൾ അയാൾ MP ആയിട്ട് മത്സരിക്കുക. ഇപ്പോൾ PV അൻവർ നിലമ്പൂർ MLA ആയിരിക്കുമ്പോൾ പൊന്നാനി പോയിട്ട് MP ആയിട്ട് മത്സരിക്കും. ഇതുപോലെ മുകേഷ് കൊല്ലത്ത് MLA ആയിരിക്കുമ്പോൾ MP ആയിട്ട് മത്സരിക്കും. അതുപോലെ തിരിച്ചും. ഇപ്പോൾ പാലക്കാട് MLA ആയിരിക്കുമ്പോഴാണ് ഷാഫി വടകര ചെന്ന് മത്സരിക്കുന്നത്. അദ്ദേഹം ജയിച്ചു, മറ്റു രണ്ടാളും തോറ്റു. അപ്പോൾ ഈ തരത്തിൽ MLA MP ആയിട്ട് മത്സരിക്കുക, MP MLA ആയിട്ട് മത്സരിക്കുക, ഇതൊക്കെ ആവശ്യമുണ്ടോ എന്ന് എല്ലാ പാർട്ടിക്കാരും എല്ലാ മുന്നണിക്കാരും ആലോചിക്കണം. കാരണം അതിലൊക്കെ ഒരു അനൗചിത്യമുണ്ട്. അതിലൊക്കെ അവരുദ്ദേശിച്ചാലും ഇല്ലെങ്കിലും സാങ്കേതികമായിട്ട് അത് ശരിയാണ്, അതിലൊരു തെറ്റുമില്ല. ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിക്കുന്ന ഒരു കാര്യം അത്. പക്ഷേ ജനങ്ങളെ പരിഹസിക്കുന്ന ഒരു അംശം, ജനങ്ങളെ വിലവെക്കാത്ത ഒരു അംശം അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് അത്തരത്തിൽ വരുന്ന മിക്ക ആളുകളും പലപ്പോഴും തോൽക്കാണ് പതിവ്. അതിൻ്റെ സന്ദേശം കൂടി പാർട്ടികളും മുന്നണികളും മനസ്സിലാക്കണം എന്നുള്ളതാണ് ഈ ഇലക്ഷന് തൊട്ട് മുമ്പുള്ള ഒരു കാര്യം എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. ശരി, ശ്രീ BN അസ്കർ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തെ തുടർന്ന് UDF ഒരു ആത്മവിശ്വാസം കൈവരിച്ചിട്ടുണ്ട്. ആ ആത്മവിശ്വാസത്തിന്റെ യഥാർത്ഥത്തിലുള്ള സ്രോതസ് LDF ആ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം നടത്തിയിട്ടുള്ള റെക്ടിഫിക്കേഷൻ പ്രോസസ്സ് കൃത്യമല്ല. അവർക്ക് എവിടെ പാളിച്ച പറ്റിയെന്ന് അവർ തുറന്ന് സമ്മതിക്കുന്നില്ല. തോറ്റു എന്ന് പോലും മുഴുവനായി സമ്മതിക്കുന്നില്ല. ഇത്തരം കാര്യങ്ങളിൽ, അതായത് തോൽവിയിൽ ഒരു പാർട്ടി ഒരു മുന്നണി ചെയ്യേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾ ആ മുന്നണി ചെയ്യാത്തത് കൊണ്ട് തങ്ങൾക്ക് വിജയം ആവർത്തിക്കും, അവരെ ജനങ്ങൾ വീണ്ടും ശിക്ഷിക്കും എന്നൊരു ആത്മവിശ്വാസമായിരിക്കും. അതല്ല, യഥാർത്ഥത്തിൽ ഈ LDF അണികൾക്കിടയിൽ തന്നെ ഒരു തണുപ്പ് ബാധിച്ചിട്ടുണ്ട്. അജിംസി, ഇതിൽ ഏറ്റവും പരമപ്രധാനമായി കണ്ടത് കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ നടാടയായിട്ടാണ് കോൺഗ്രസ് ഇത്തരത്തിൽ സജ്ജമാകുന്നത് എന്നുള്ളതാണ്. 2010 കോൺഗ്രസിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പിലേക്ക് വലിയ തോതിൽ അംഗീകാരം ലഭിക്കുകയും വലിയ വിജയം നേടാൻ കഴിയുകയും ചെയ്തു. പക്ഷേ 2011 തെരഞ്ഞെടുപ്പിൽ 4 സീറ്റിൻ്റെ മാർജിനിൽ മാത്രമാണ് തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിലെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അത് ഇടതുപക്ഷത്തിന് വല്ലാതെ ആത്മവിശ്വാസത്തോടു കൂടി ആ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിഞ്ഞത് കൊണ്ടാണ്, വളരെ തയ്യാറെടുപ്പുകളോടുകൂടിയാണ്. കാരണം ഈ സർക്കാർ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് 1 കോടിയിലധികം ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ എത്തിക്കുന്ന വലിയൊരു പദ്ധതിയാണ് കേരള സർക്കാർ നടപ്പിലാക്കിയത്. വലിയ സാമ്പത്തിക ബാധ്യത അക്കാര്യത്തിൽ കേരള ഖജനാവിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. അപ്പോൾ അത്തരത്തിൽ ക്ഷേമ പെൻഷനുകൾ ജനങ്ങൾ ഫ്രീ ബീസ് എന്ന് പറഞ്ഞ് നാം പലപ്പോഴും ഈ ക്ഷേമ പെൻഷനുകളെ കളിയാക്കുമെങ്കിൽ പോലും അതൊരു യാഥാർത്ഥ്യമാണ്. സാധാരണ ജനങ്ങളെ കൈപിടിച്ചെത്തിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല, അതിദരിദ്രരില്ലാത്തൊരു സംസ്ഥാനം, ദാരിദ്ര്യം എന്ത് എന്നുള്ളതിന്റെ ഒരു നിർവചനം പ്രഖ്യാപിച്ചതിന് ശേഷമാണ് സംസ്ഥാനം ആയി അസ്കർ. നിശ്ചയമായും അല്ല, അത് ഞാൻ പറഞ്ഞത് അതൊന്നും ജനങ്ങളിലേക്ക് എത്തിയില്ല. കാരണം കേരളത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക് തന്നെ മാറിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. കാരണം ഇവിടുത്തെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് രണ്ട് മുന്നണികളും നടത്തുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗിൽ നിന്ന് വന്ന് സംഭവിച്ചിട്ടുള്ള ഗുരുതരമായൊരു പ്രത്യാഘാതമാണ് സോഷ്യൽ ഫാബ്രിക് മാറാനുള്ളൊരു സാഹചര്യം. എന്തുകൊണ്ടെന്നാൽ കേരളത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത് മുൻകാലങ്ങളിൽ ഇല്ലാത്തത്ര മതപരമായ രാഷ്ട്രീയ ചിന്തകൾ കേരളത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അത് അപകടകരമായ കേരളത്തിൻ്റെ പോക്കാണ്. അതിലേറ്റവും കൂടുതൽ ഞാൻ വിമർശിച്ചത് എന്തുകൊണ്ട് ഞാൻ ഇടതുപക്ഷത്ത് നിന്നുകൊണ്ട് ഇടതുപക്ഷം ചെയ്യുന്ന തെറ്റുകളെ ഒരു വല്ലാതെ വിമർശിക്കേണ്ട വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഒരുപക്ഷെ മുഖ്യമന്ത്രി നാഴികയ്ക്ക് 40 വട്ടം വർഗീയ വിഷം വിളമ്പുന്ന
വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിയത് ഒരു വന്ധ്യവയോധികനെ കാറിൽ കയറ്റി എന്ന ന്യായീകരണത്തിൻ്റെ ഭാഗമായി ചിലർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതൊരു വന്ധ്യവയോധികനെ കാറിൽ കയറ്റുകയല്ല, അത് കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയ ഒരു വലിയ സന്ദേശമുണ്ട്. മാത്രമല്ല 2024 പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരിയുടെ നേതൃത്വത്തിൽ പാർട്ടി കേന്ദ്ര കമ്മിറ്റി ജൂലൈയിൽ കൂടി ഒരു കരട് രാഷ്ട്രീയ പ്രമേയം തയ്യാറാക്കിയിരുന്നു കേരളത്തെ സംബന്ധിച്ച്. അത് ആ പ്രമേയത്തിൽ വളരെ കൃത്യതയോടുകൂടി എന്താണ് SNDPയുടെ നേതൃത്വത്തിൻ്റെ ലക്ഷ്യം എന്ന് കേരളത്തിലെ പാർട്ടിയെ ബോധ്യപ്പെടുത്തിയിരുന്നു, പാർട്ടിയെ അലാം ചെയ്തിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന ഇത്തരം വർഗീയ പരാമർശങ്ങളെ തടുക്കുന്നതിനോ ചെറുക്കുന്നതിനോ പാർട്ടി തയ്യാറാകുന്നില്ല എന്നുള്ളിടത്താണ് ഏറ്റവും വലിയ പ്രശ്നം. ഏതെങ്കിലും ഒരു ഇത് പലവട്ടമായി പലയിടങ്ങളിലായി ഇത് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. പോലും പലവട്ടം ഇക്കാര്യം പറയുന്നത് ശ്രദ്ധിച്ചു. ഞാൻ ചോദിക്കുന്നത്, അസ്കർ കൊല്ലം ജില്ലക്കാരനാണ്. ഈ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന സമുദായ നേതാവിൻ്റെ സമുദായത്തിൽപ്പെട്ട ധാരാളം വോട്ടർമാരുള്ളൊരു ജില്ലയാണ് എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ല ആ സമുദായം വളരെ പ്രധാനപ്പെട്ട ഒരു സമുദായമാണ്. പല മണ്ഡലങ്ങളിലും അവരുടെ വോട്ടാണ് ജയം നിശ്ചയിക്കുന്നത്. ഈ വെള്ളാപ്പള്ളി എഫക്റ്റ്, അതായത് താങ്കൾ ഈ പറഞ്ഞ കാറിൽ കയറ്റി കൊണ്ടുപോവുക തുടങ്ങിയ ആ സംഭവങ്ങൾ ആ ജില്ലയെ എങ്ങനെയാണ് ബാധിച്ചതെന്നാണ് അസ്കർ മനസ്സിലാക്കുന്നത്? അല്ല, ഇതിൽ കേരള രാഷ്ട്രീയത്തിലൊരു പാരഡൈം ഷിഫ്റ്റ് നടന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് കരുതുന്ന ഒരാളാണ്. എന്തുകൊണ്ടെന്നാൽ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ മൂല്യമുള്ള അണികൾ എന്ന് പറയുന്നത് ഈഴവ സമുദായാംഗങ്ങളായിട്ടുള്ള ആളുകൾ തന്നെയായിരുന്നു. പക്ഷേ അതിന്ന് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഇപ്പോഴും പാർട്ടി മനസ്സിലാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പാർട്ടി മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സന്ദേഹമുണ്ട്. കാരണം അവർ പോയത് UDFിലേക്കല്ല, അവർ പോയത് പ്രശ്നാധിഷ്ഠിതമായ ഏതെങ്കിലും പാർട്ടിയുടെ പരാജയം കൊണ്ടോ അല്ലെങ്കിൽ സർക്കാർ എടുത്ത ഏതെങ്കിലും നിലപാടുകൾ കൊണ്ടോ അല്ല. അവർ പോയത് BJPയുടെ പാളയത്തിലേക്കാണ്. ആ യാഥാർത്ഥ്യ ബോധം മനസ്സിലാക്കുന്നില്ല. ഇതാണ് 2024 പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി സംസ്ഥാന ഘടകത്തെ അലാം ചെയ്തത്. ഇത്തരത്തിലേക്കൊരു പോക്കാണ്. ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. അതിൽ വലിയൊരു നിയമപ്രശ്നം കൂടിയുണ്ട്. എന്തെന്നാൽ പലരും പറയാൻ തയ്യാറാകാതിരുന്നൊരു നിയമപ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ വെള്ളാപ്പള്ളി വിജിലൻസ് കേസുകളിൽ അന്വേഷണം നേരിടുന്ന വിജിലൻസ് കേസിലെ പ്രതിയാണ്. ആ വിജിലൻസ് കേസിലെ പ്രതിയെ വിജിലൻസിൻ്റെ മന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി സ്വന്തം കാറിലിരുത്തി കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ നിയമപരമായി പോയി ഗുരുതരമായ തെറ്റാണ്. ഒരു മുഖ്യമന്ത്രി ചെയ്യാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ ഒരു മന്ത്രി ചെയ്യാൻ പാടില്ലാത്ത ഗുരുതരം. പാർട്ടി രേഖകൾ പ്രകാരം പാർട്ടി സ്വന്തം കാറിൽ ആളുകളെ കയറ്റുക, സർക്കാർ നൽകിയിട്ടുള്ള കാറുകളിൽ ജനപ്രതിനിധികൾ ആളുകളെ കയറ്റുക എന്നുള്ളത് സംബന്ധിച്ച് പാർട്ടി ചില നിർദ്ദേശങ്ങളുണ്ട്. അത് പാർട്ടിക്ക് പൊറുക്കാൻ കഴിയുന്ന ഒരു തെറ്റ് മാത്രമാണ്. പക്ഷേ ഇത് പൊതുജനങ്ങൾക്ക് പോലും പൊറുക്കാൻ കഴിയാത്ത തെറ്റാണ്. നിയമപരമായി പോലും തെറ്റായിട്ടുള്ള ആ സന്ദേശമാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഇടതുപക്ഷത്തെ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയം. ഒരു പാരഡൈം ഷിഫ്റ്റ്. കാരണം ഒരു മുസ്ലിം സമൂഹം കേരളത്തിൽ ഇടതുപക്ഷത്തോടൊപ്പം ഉണ്ടായിരുന്ന മുസ്ലിം സമൂഹം കേരളത്തിൽ നിന്നും മാറിപ്പോയി. അതിനെ ഏറ്റവും കൂടുതൽ ആക്ഷേപം കേൾക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാണ്. എനിക്ക് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ഇപ്പോൾ ഈഴവ സമുദായത്തോട് CPM സ്വീകരിക്കുന്ന ഒരു നിലപാടുണ്ട്. ഈഴവ സമുദായം എത്രമാത്രം CPMന്റെ വോട്ട് ബേസ് ആണെന്ന് CPM തിരിച്ചറിയുന്നുണ്ട്, ശരി. പക്ഷെ ഇന്ന് വാട്സപ്പിൽ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. ഒരു പക്ഷേ SNDPയുടെ ഘടകങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് അയക്കുന്നതായിരിക്കാം. അത് പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ഈ പാർട്ടിയെ നോക്കൂ, ഈ പാർട്ടിയിൽ ഒരു ഈഴവ യുവ നേതാവുണ്ടോ? ഒരു ഈഴവർക്ക് ഏതെങ്കിലും തരത്തിൽ മന്ത്രിസഭയിൽ പ്രായത്തിലൂടെ, പിണറായിയുടെ ഉദ്ദേശമല്ല, മന്ത്രിസഭ എടുത്തു നോക്കുക. മന്ത്രിസഭയിൽ മന്ത്രിമാരുടെ എണ്ണം പറയുന്നു. അപ്പോൾ ഈഴവ സമുദായത്തെ ഒരു വോട്ട് ബാങ്ക് മാത്രമാക്കി നിലനിർത്തുകയും ഒരു തരത്തിലുള്ള പ്രാതിനിധ്യം ഈ പാർട്ടി റാങ്ക് ആൻഡ് ഫയലിലോ മന്ത്രിസഭയിലോ MLA-മാരെ സീറ്റ് കൊടുക്കുമ്പോൾ, അസംബ്ലി സീറ്റ് കൊടുക്കുമ്പോൾ ഒന്നും നൽകുന്നില്ല എന്നൊരു ആക്ഷേപം ഈഴവർക്കിടയിലുണ്ട്. ഞാൻ ചോദിക്കുന്നത്, കൊല്ലത്തൊക്കെ അത് പ്രതിഫലിക്കുമോ എന്നാണ്. അല്ല അജിംസെ, അതിൽ ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അത്തരം കാര്യങ്ങൾ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ. പക്ഷേ കമ്മ്യൂണിസ്റ്റുകളെ സംബന്ധിച്ച് ഇത് പരിശോധിക്കാൻ ആരുടെയും ജാതി നോക്കിയല്ല പാർട്ടിയിലേക്ക് എടുക്കുന്നതോ, അല്ലെങ്കിൽ അവരുടെ ജാതി രീതിയിലല്ല അവരെ പാർട്ടിയിൽ സ്ഥാനമാനങ്ങളിൽ അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് രീതിയല്ല. മുൻകാലങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകൾ എല്ലാ കാലത്തും സവർണ ജാതിക്കാരായിട്ടുള്ള, അല്ലെങ്കിൽ ബ്രാഹ്മണരും നായന്മാരുമായിട്ടുണ്ടായിരുന്ന സവർണ ജാതിക്കാരായിരുന്നു പാർട്ടിയുടെ നേതാക്കന്മാർ മഹാഭൂരിപക്ഷവും. ഇപ്പോൾ 12% കേരളത്തിലുള്ള നായന്മാരിൽ വോട്ട് ബാങ്കുകളിൽ കേരളത്തിലെ ഇടതുപക്ഷത്തേക്ക് മഹാഭൂരിപക്ഷം നായന്മാർ നേതാക്കന്മാരായിട്ടുള്ള
വിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാലഘട്ടത്തിലാണെങ്കിൽ ഇപ്പോൾ CPIയുടെ കാലഘട്ടത്തിലാണെങ്കിലും പരിശോധിച്ച് കഴിഞ്ഞാൽ അതിലെ നേതാക്കന്മാർ മഹാഭൂരിപക്ഷവും നായന്മാരാണ്. ജാതി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ നായന്മാർ തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും അവരുടെ വോട്ട് ബാങ്ക് ഷെയർ, നായന്മാരുടെ വോട്ട് ബാങ്ക് ഷെയറിൽ 1-2% മാത്രമേ അത് കൃത്യമായി ഇടതുപക്ഷത്തിലേക്ക് വരുള്ളൂ. ബാക്കി മഹാഭൂരിപക്ഷവും UDFിലും BJPയിലേക്കുമാണ് നായന്മാരുടെ വോട്ടുകൾ ചെല്ലുക എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ ഈഴവരെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഈഴവരുടെ മഹാഭൂരിപക്ഷവും ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന സാഹചര്യമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. ആ സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപക്ഷെ അതിൽ ഈഴവ പ്രാതിനിധ്യം അങ്ങനെ നമുക്ക് റിസർവേഷൻ ചെയ്ത് മന്ത്രിമാരെയും ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യം. പാർട്ടി സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കുമ്പോഴും നേതാക്കൾ നിശ്ചയിക്കുമ്പോഴും ജാതിയോ മതമോ നോക്കാറില്ല. അങ്ങനെ നോക്കാതെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം അസ്കർ ഇപ്പോൾ പറഞ്ഞതാണ്. അതായത് 10% ജനസംഖ്യയുള്ളവർക്ക് 50% പ്രാതിനിധ്യം കിട്ടുന്നു. അതൊരു വസ്തുതയാണ്, അതൊരു ഇന്ത്യൻ യാഥാർത്ഥ്യമാണ്. അല്ല, അതിൽ നമുക്കിപ്പോൾ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകളുടെ രീതി എന്ന് പറയുന്നത് മറ്റൊരു അർത്ഥത്തിലാണ് അതിനെ കാണേണ്ടത്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിലും കമ്മ്യൂണിസ്റ്റ് മൂല്യബോധത്തിലും ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് ഒരു തരത്തിലും അവരുടെ ജാതി നോക്കിയല്ല. പക്ഷേ കൃത്യമായി സോഷ്യൽ എഞ്ചിനീയറിംഗ് പാർട്ടി ചെയ്യാറുണ്ട്. അതിലൊന്നും അത് തുറന്നു സമ്മതിക്കുന്നതിന് എനിക്കൊരു മടിയില്ല. CPM എല്ലാ കാലത്തും ഇടതുപക്ഷം എല്ലാ കാലത്തും അത്തരത്തിലുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് പ്ലാറ്റ്ഫോമുകൾ റെഡിയാക്കാറുണ്ട്. മാത്രമല്ല നമ്മുടെ ഇതിലെ ഏറ്റവും പരമപ്രധാന പരാജയത്തിൻ്റെ കാരണം പാർട്ടി ഇപ്പോഴും ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വിമർശനം. എന്തുകൊണ്ട് ന്യൂനപക്ഷങ്ങൾ മലപ്പുറത്ത് പ്രതിപക്ഷ നേതാവിനെ പോലും ജില്ലാ പഞ്ചായത്തിൽ കാണിക്കാൻ കഴിയാത്ത തരത്തിൽ മലപ്പുറത്ത് UDFിനൊപ്പം ഒഴുകിപ്പോയി എന്നുള്ള യാഥാർത്ഥ്യം എന്തുകൊണ്ട് പാർട്ടി തിരിച്ചറിയുന്നില്ല? അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ ഇത്രയധികം ആഘാതം പാർട്ടിക്കുണ്ടായത് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? കൊല്ലത്ത് എന്തുകൊണ്ട് പാർട്ടിക്ക് ആഘാതമുണ്ടാവുകയും ഒട്ടും ശ്രദ്ധിക്കാതിരുന്ന, കാരണം BJPയുടെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ഒരു രാഷ്ട്രീയ ലൈൻ എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ ലൈനായിരുന്നു. അത് വളരെ കൃത്യമായി അവർക്കത് ആ വിജയം ഉറപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു. പക്ഷെ കൊല്ലത്തെ സാഹചര്യത്തിൽ വ്യത്യസ്തമാണ്. കൊല്ലത്തെ വിവിധ സീറ്റുകളിൽ ഇടതുപക്ഷം ജയിച്ചിരുന്ന, വിശേഷ CPM തന്നെ ജയിച്ചിരുന്ന സീറ്റുകളിൽ അവിടെ BJPക്ക് ജയിക്കാൻ കഴിയും. 1000 വോട്ടുകൾക്കടക്കം കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിരുന്ന സീറ്റുകളാണ് 600-300 വോട്ടുകൾക്ക് BJP ജയിക്കുന്ന സാഹചര്യം. അതൊക്കെ ഈഴവ ഭൂരിപക്ഷ മേഖലകളാണ്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ CPMനൊപ്പമാണെന്ന സന്ദേശമാണ് ഈഴവർക്ക് നൽകിയത് എങ്കിൽ അവർ ഒരു കാരണവശാലും BJPക്ക് ആയിരുന്നില്ല വോട്ട് ചെയ്യേണ്ടത്, ഇടതുപക്ഷത്തിനായിരുന്നു. യാഥാർത്ഥ്യം SNDP യോഗം നേതാവ് എന്ന നിലയിലുള്ള വെള്ളാപ്പള്ളി നടേശനെ ഈഴവ സമുദായാംഗങ്ങൾ മറ്റൊരു രീതിയിലാണ് കാണുന്നത്. അദ്ദേഹം പറയുന്നിടത്തോ അല്ലെങ്കിൽ അദ്ദേഹം നൽകുന്ന സിഗ്നൽ അനുസരിച്ചോ വോട്ട് ചെയ്യുന്നവരല്ല സമുദായം എന്നല്ലേ? നിശ്ചയമായും അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. BDJSന്റെ രൂപീകരണത്തിന് ശേഷം കേരളത്തിലെ ശ്രീനാരായണീയർക്കിടയിൽ കൃത്യമായ ഒരു ധ്രുവീകരണത്തിന് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട്. അവരുടെ സാധ്യതകളും അവരുടെ വളർച്ചയും ഏതു തരത്തിൽ എവിടെയൊക്കെയാണ് എന്നുള്ളത് വളരെ കൃത്യമായി ബോധ്യപ്പെടേണ്ടതുണ്ട്. ആ ബോധ്യപ്പെടലാണ് പ്രശ്നം. വീണ്ടും ഈ വെള്ളാപ്പള്ളി വിമർശിക്കുന്നത് മുസ്ലിം ലീഗിനെയാണെന്ന കൗശലമാണ് ഇവിടെ ഏറ്റവും വലിയ അപകടമായി തീർന്നത്. മുസ്ലിം ലീഗ് എല്ലാ കാലത്തും ഒരു പേരിൽ മുസ്ലിം ഉണ്ട് എന്നുള്ളതിന് അപ്പുറം മുസ്ലിം ലീഗ് ഒരു കാലത്തിലും ഒരു വർഗീയ രാഷ്ട്രീയമാണ് പറയുന്നത് എന്നൊരു തരത്തിലും നമുക്ക് അവകാശപ്പെടാനാവില്ല. അങ്ങനെ ഒരു വിമർശനം CPMന് നാളിതുവരെ ഉണ്ടായിരുന്നതുമില്ല. പക്ഷേ ഇപ്പോൾ അത് മാറി മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണെന്ന് വെള്ളാപ്പള്ളി പറയുന്നതിനെ എൻഡോഴ്സ് ചെയ്യുന്നത് വഴി അതൊരു അപകടകരമായ രാഷ്ട്രീയത്തിലേക്ക്. നമുക്കറിയാം 1996 ബാബറി മസ്ജിദിൻ്റെ മിനാരങ്ങൾ തകർന്നു വീഴുന്ന ഘട്ടത്തിൽ അന്ന് ഈ കേരളത്തിലെ വർഗീയ ധ്രുവീകരണത്തിന് ഇട നൽകാതെ, വർഗീയ കലാപത്തിന് ഇട നൽകാതെ കാത്തു സൂക്ഷിക്കുന്നതിൽ അന്ന് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റായിരുന്ന പാണക്കാട് സയ്യിദ് അലി ശിഹാബ് തങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ആ മതനിരപേക്ഷ നിലപാട് അന്ന് അദ്ദേഹം എടുത്തതുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം ഒന്ന് ആഹ്വാനം ചെയ്തിരുന്നെങ്കിൽ കേരളം നിന്ന് കത്തുമായിരുന്നു എന്ന യാഥാർത്ഥ്യം അറിയുന്നതുകൊണ്ട്, ആ യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയാണ്. അപ്പോൾ ആ മുസ്ലിം ലീഗിനെ വിമർശിക്കുമ്പോൾ അവരുടെ മുൻകാല ചരിത്രങ്ങൾ കൂടി പരിശോധിച്ച് വേണം വിമർശന വിധേയമാക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ മുസ്ലിം ലീഗിനെ വിമർശിക്കുന്നത് വഴി UDFനല്ല നഷ്ടം സംഭവിക്കുന്നത്, അത് UDFന് വലിയ തോതിൽ രാഷ്ട്രീയ അംഗീകാരം നൽകുന്ന തരത്തിലാണ് മലപ്പുറത്തിലെ തെരഞ്ഞെടുപ്പ് വിധി ഇപ്പോൾ വന്നിട്ടുള്ളത്. മറിച്ച് ഈ
ഇനി അതിൽ നിന്ന് മറികടക്കുന്നതിന് ഇടതുപക്ഷത്തിന് ആർജവും ഇടതുപക്ഷത്തിന് അതിനുള്ള കഴിവും ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് കരുതുന്ന ഒരാളാണ്. കാരണം UDF ഇപ്പോൾ കരുതുന്നത് പോലെ 100 സീറ്റിൻ്റെ തയ്യാറെടുപ്പുകൾ അവർ നടത്തുന്നത് പോലെ ഇതൊക്കെ മുൻപ് ഇടതുപക്ഷം ചെയ്തുകൊണ്ടിരുന്നതാണ്, അല്ലെങ്കിൽ CPM തയ്യാറെടുത്തുകൊണ്ടിരുന്നത്. ഈ സർക്കാർ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയ നേട്ടങ്ങൾ ആണ് ഈ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ വിഷയമായി ചർച്ച ചെയ്യപ്പെടുന്നതിന് പകരം എങ്ങനെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു രാഷ്ട്രീയ സമവാക്യങ്ങൾ സൃഷ്ടിക്കാം എന്ന് ചിന്തിക്കുന്നത് അപകടകരമായ കേരളത്തിന്റെ പോക്കിലേക്ക് വഴിവെക്കും എന്ന ആപത്കരമായ ഒരു സൂചനയാണ്, ആപത്കരമായ ഒരു സന്ദേശമാണ് ഇപ്പോൾ നൽകിക്കൊണ്ടേയിരിക്കുന്നത്. അതാണ് എന്നെ പോലുള്ള ആളുകളെ വല്ലാതെ വേദനിപ്പിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടിന് ശേഷം UDF നേതാക്കൾ, പ്രത്യേകിച്ചും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, LDF-കാർ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും അസംബ്ലി തെരഞ്ഞെടുപ്പിലെന്നാണ്. ജിൻഡോ, LDF-കാർ വോട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സാമുദായികമായ അർത്ഥം ഈഴവ സമുദായം UDF-ന് വോട്ട് ചെയ്യണമെന്നാണ്. കാരണം അതാണ് അവരുടെ ഒരു കോർ വോട്ട് ബേസ് എന്ന് പറയുന്നത്. അവിടെ കടന്നു കയറാൻ നിങ്ങളുടെ പ്ലാൻ എന്താണ്? നിങ്ങളുടെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ആ സമുദായത്തെ എത്രമാത്രം പരിഗണിക്കുന്നുണ്ട്? ഈ സാമുദായികമായ ഒരു സന്തുലനം സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ നിങ്ങൾക്ക് സാധിക്കും? അജിംസെ, ഇതിൽ LDF-കാർ വോട്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ അത് ഒരു അത്ഭുതകരമായിട്ടുള്ള പ്രസ്താവനയൊന്നുമല്ല. ഈ തെരഞ്ഞെടുപ്പിൽ, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് LDF-കാരുടെ വോട്ട് കിട്ടിയിട്ടുണ്ട്, ഒരു സംശയവും വേണ്ടല്ലോ. അപ്പോൾ അത് ഏതെങ്കിലും ഒരു സമുദായത്തെ പ്രത്യേകം പ്രീണിപ്പിച്ചത് കൊണ്ടല്ല. ഈ നമ്മുടെ നാട്ടിൽ കുറച്ച് രീതി സോഷ്യൽ എഞ്ചിനീയറിംഗ്, ഒരു സമുദായത്തിന് അവർക്ക് ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം അധികാര സ്ഥാനങ്ങളിൽ ഒരു പാർട്ടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനെ പ്രീണനമായി ഞാൻ കാണുന്നില്ല. ജിൻഡോയ്ക്ക് ന്യായമുണ്ടെങ്കിൽ പറയാം. അല്ല, ഞാൻ അങ്ങനെ തന്നെയാണ്, ഞാൻ അതിലേക്ക് തന്നെ എത്തുന്നത്. നമ്മുടെ നാട്ടിൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ കുറേ കാലമായിട്ട് കേൾക്കുന്നത് ഏതെങ്കിലും സാമുദായിക നേതാക്കന്മാരെ അവരുടെ മാത്രം വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളെ പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ്. അതിനപ്പുറത്ത് ഈ സമുദായത്തിലെ അംഗങ്ങളായിട്ടുള്ള കുറേ മനുഷ്യരുണ്ടല്ലോ, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട്. അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് എന്ത് പദ്ധതിയാണ് ആവിഷ്കരിച്ച് നടപ്പാക്കാൻ പോകുന്നത്? അതാണ് കുറേ കൂടി നല്ല സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലും, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ബൈ ഇലക്ഷനിലൊക്കെ കൃത്യമായിട്ട് LDF-ന് കാലങ്ങളായിട്ട് വോട്ട് ചെയ്തിരുന്ന കുറേ ആളുകൾ കോൺഗ്രസിനും UDF-നും വോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടാകുന്നത്. കോൺഗ്രസ്സുകാരും UDF-കാരും മാത്രം കോൺഗ്രസിന് വോട്ട് ചെയ്താൽ കോൺഗ്രസിന് ഇത്ര വലിയ വിജയം കിട്ടില്ല. അപ്പുറത്തെ ചേരിയിൽ ഞങ്ങളെ എതിർക്കുന്ന പ്രത്യയശാസ്ത്ര ബോധ്യങ്ങളുള്ള ആളുകൾ പോലും ഈ ഞങ്ങൾ പറയുന്ന രാഷ്ട്രീയ മുദ്രാവാക്യത്തിന് വോട്ട് ചെയ്യുമ്പോഴാണ് ഞങ്ങൾക്ക് വലിയ വിജയവും വലിയ ഭൂരിപക്ഷവും ഉണ്ടാകുന്നത്. അത് ഞങ്ങൾ കൃത്യമായി തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വർഗീയവാദികളായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ആളുകളെ പ്രീണിപ്പിക്കൊണ്ടുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് അല്ല UDF ആഗ്രഹിക്കുന്നത്. പകരം മതേതരവാദികളായിട്ടുള്ള മനുഷ്യരെ അവർ പറയുന്ന കാര്യങ്ങളിൽ ശരികളുണ്ടെങ്കിൽ ആ ശരിയോടൊപ്പം നിന്ന് അവരുടെ ശരികൾക്ക് വേണ്ടിയിട്ട് അത് സാധൂകരിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമങ്ങളെയാണ് ഞങ്ങൾ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് കാണുന്നത്. അതുകൊണ്ട് തന്നെ LDF-ന്റെ കോർ വോട്ട് ബാങ്കിൽ വലിയ വിള്ളലുണ്ടാകും. ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാവും. ഇനി അജിംസ് പറഞ്ഞതുപോലെ കുറച്ചുകൂടി ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈഴവ വോട്ട് ബാങ്കിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിലെ മതേതരവാദികളായിട്ടുള്ള ഈഴവർ മുഴുവൻ, ശ്രീനാരായണീയരായിട്ടുള്ള ഈഴവർ മുഴുവൻ കോൺഗ്രസിനും UDF-നും വോട്ട് ചെയ്തിരിക്കും. ഒരു സംശയവും വേണ്ട. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ കടത്തിയവരെ 6 വർഷക്കാലം പോറ്റി വളർത്തിയ പിണറായി വിജയൻ സർക്കാരിന് വോട്ട് ചെയ്യണോ? ആ വിഷയത്തിൽ കൃത്യമായിട്ട് രാഷ്ട്രീയമായിട്ട് അതിനെ പ്രതിരോധിക്കുന്ന, അതിനെതിരായിട്ട് സമരം ചെയ്യുന്ന, അത് കൃത്യമായിട്ട് ജനശ്രദ്ധയിൽ കൊണ്ടുവരുന്ന UDF-ന് വോട്ട് ചെയ്യോ? ഒന്നാമത്തെ കാര്യം അത്. വിശ്വാസവഞ്ചന എന്ന് പറഞ്ഞാൽ വിശ്വാസികളോടുള്ള വഞ്ചന മാത്രമല്ല ഈ സർക്കാർ ചെയ്തിട്ടുള്ളത്, ഈ സർക്കാരിനെ വിജയിപ്പിച്ച മുഴുവൻ മനുഷ്യരോടുമുള്ള വിശ്വാസവഞ്ചന കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിശ്വാസപരമായ പ്രശ്നമായിക്കോട്ടെ, സർക്കാർ സാധാരണക്കാരായിട്ടുള്ള മുഴുവൻ മനുഷ്യർക്കും കൊടുക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, ഈ സർക്കാർ വഞ്ചിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിവ് അവർക്കുണ്ടായിരിക്കും. അതിൽ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നിടത്താണ് ശ്രീനാരായണീയർ, മതേതരവാദികളായിട്ടുള്ള ശ്രീനാരായണീയർ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. വെള്ളാപ്പള്ളി നടേശൻ പറയുന്നിടത്ത് അല്ല എന്നുള്ളത് തെളിയിക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ UDF-ന്റെ വലിയ വിജയം. അതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ പറഞ്ഞ രാഷ്ട്രീയത്തിനൊപ്പമാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പെൻഷൻ കിട്ടാതിരിക്കുക, റേഷൻ കിട്ടാതിരിക്കുക, റേഷൻ മുടങ്ങുക, വിലക്കയറ്റത്തിൻ്റെ ദുരിതം പേറുന്ന സാഹചര്യം ഉണ്ടാകുക, സർക്കാർ അവരെ സമസ്ത മേഖലയിലും അവഗണിച്ചു കൊണ്ടുപോവുക. അതേസമയം സർക്കാരിന് ഓശാന പാടുന്ന പൗരപ്രമുഖന്മാർക്ക് വലിയ സ്വീകരണവും ഒക്കെ കൊടുക്കുക, അവർക്ക് മാസപ്പടി ഒരുക്കി കൊടുക്കുക. ഇങ്ങനെയുള്ള ഒരു ഡ്യുവൽ പോളിസി നടപ്പാക്കുമ്പോൾ മനുഷ്യർ
മനുഷ്യപക്ഷ പോളിസി രാഷ്ട്രീയത്തോടൊപ്പം നിൽക്കുന്നത് കൊണ്ടാണ് ജനപക്ഷ രാഷ്ട്രീയത്തിന്റെ സമരം നടത്തിയ UDFന് വോട്ട് ചെയ്തത്. അതുകൊണ്ട് ഞങ്ങളുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പ്രത്യേക മത സാമുദായിക വിഭാഗത്തെ മാത്രം തൃപ്തിപ്പെടുത്തുന്നതല്ല, പകരം എല്ലാ സാമാന്യ ജനങ്ങളെയും ഒരുപോലെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന പൊളിറ്റിക്കൽ പോളിസിയാണ്. അതിൽ സാമുദായിക സംഘടനകളുമായിട്ട് സംസാരിക്കും, അവരുടെ ശരിയായിട്ടുള്ള രാഷ്ട്രീയം, അവരുടെ ശരിയായിട്ടുള്ള പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കും. അതിലൊന്നും ഒരു തർക്കമില്ല, അതിലൊന്നും ഞങ്ങൾക്കൊരു കുറവും കാണുന്നില്ല. പകരം ഏതെങ്കിലും സാമുദായിക നേതാക്കന്മാർ, പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകളുടെ വർഗീയ പരാമർശങ്ങളോട് ഒപ്പം നിൽക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. അതിനെ നഖശികാന്തം എതിർക്കും. വെള്ളാപ്പള്ളി നടേശൻ നാളിതുവരെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഒക്കെ വർഗീയ പരാമർശം തന്നെയാണ്. അത് ചോദ്യം ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരെ തീവ്രവാദിയാക്കാൻ ശ്രമിക്കുന്നതടക്കം, കോട്ടയത്ത് ക്രിസ്ത്യാനികളെയും മലപ്പുറത്ത് പോയി മുസ്ലിങ്ങളെയും സ്വന്തം സമുദായത്തിലുള്ള ആളുകളെ കണിച്ചുകുളങ്ങരെ പോയി മൈക്രോ ഫിനാൻസ് തട്ടിപ്പിന് വിധേയമാക്കുകയും ചെയ്യുന്ന ആള് ഇപ്പോൾ ഹസ്കർ പറഞ്ഞ പോലെയാണെങ്കിൽ വിജിലൻസ് കേസിലെ പ്രതിയാണ്. വിജിലൻസ് വകുപ്പിന്റെ മന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ, ആഭ്യന്തര വകുപ്പ് മന്ത്രി, കാറിൽ കയറ്റിക്കൊണ്ടുപോയി ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വേദിയിൽ വെച്ച് പ്രദർശിപ്പിച്ച ആ നവോത്ഥാന സമിതിയുടെ അധ്യക്ഷൻ വെള്ളാപ്പള്ളി നടേശനെ എതിർക്കാൻ തന്നെയാണ് തീരുമാനം. അതിന്റെ അർത്ഥം ഈഴവരോടോ അല്ലെങ്കിൽ ശ്രീനാരായണീയരോടോ ഞങ്ങൾക്ക് എതിർപ്പുണ്ടെന്നല്ല, അവരുടെ യഥാർത്ഥമായിട്ടുള്ള പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെയാണ് അവരുടെ ജനകീയ പ്രശ്നങ്ങളെ, മനുഷ്യപക്ഷ പ്രശ്നങ്ങളെ ഞങ്ങൾ അഡ്രസ് ചെയ്യുന്നതോടൊപ്പം മനുഷ്യത്വ വിരുദ്ധമായിട്ട് വർഗീയത മാത്രം കാണുന്ന വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞ വ്യക്തിയെ, അദ്ദേഹത്തിന്റെ ആ വർഗീയ നാവിനെ കൃത്യമായിട്ട് എതിർക്കാനും ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. ശരി, ശ്രീ എം എൻ കാരശ്ശേരി, ഇപ്പം ഈ ഹസ്കർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതിനു മുമ്പേ, എത്രയോ മുമ്പേ തന്നെ പലരും ചൂണ്ടിക്കാട്ടപ്പെട്ടിട്ടുള്ള, ഒരുപക്ഷെ എം എൻ കാരശ്ശേരി തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഹസ്കറിനെ പോലുള്ളവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് LDFനെ സംബന്ധിച്ച്, CPMനെ സംബന്ധിച്ച് ഇത് മനസ്സിലാക്കാത്തതിൻ്റെ പ്രശ്നമാണോ, അതല്ല ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയിൽ ഒരു പരിഭ്രാന്തി ഉണ്ടായോ, ആ പരിഭ്രാന്തിയിൽ പിന്നെ ചെയ്യുന്നതെല്ലാം അബദ്ധമാവുകയാണോ? ഇപ്പോൾ ഈ പുനർജനി കേസിൽ പ്രതിപക്ഷ നേതാവിനെതിരെ കേസെടുക്കും എന്നൊക്കെ കേൾക്കുന്നു, അങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ ചെയ്യുന്ന ആ ഒരു പരിഭ്രാന്തിയിലാണോ? പരിഭ്രാന്തി ഉണ്ടായിന്ന് ഉറപ്പല്ലേ? ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. പോറ്റിയെ കേറ്റിയെ എന്നുള്ള പാട്ടിനെതിരായിട്ട് മതവികാരം വ്രണപ്പെടുത്തി എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്ന ആരാണ്? ഇവിടുത്തെ CPMൻ്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി, ഒരു സമുന്നത നേതാവായ രാജു എബ്രഹാമാണ്. അത് ഏതെങ്കിലും ഒരു വിശ്വാസി അങ്ങനെ പറഞ്ഞാൽ നമുക്കിത് മനസ്സിലാക്കാം. ഏത് CPM? അഡാർ ലവ് എന്നുള്ള സിനിമയിലെ മാണിക്യമലരായ പൂവി എന്ന് തുടങ്ങുന്ന പാട്ട് സംബന്ധിച്ച് ഇവിടുത്തെ മതമൗലികവാദികൾ ഒരു പ്രതിഷേധം ഉന്നയിച്ചപ്പോൾ സ്വന്തം ഫേസ്ബുക്ക് അക്കൗണ്ടിൽ സ്വന്തം പേരിൽ അതിനെതിരായിട്ട് അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് കുറിപ്പിട്ട ആളാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. അപ്പോൾ ഒരാൾ അത് രാജു എബ്രഹാം പറഞ്ഞത് ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കുന്നതാണ്. അത് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി, പിറ്റേന്ന് മനസ്സിലായി അത്. അപ്പോൾ പരിഭ്രാന്തി ഉണ്ടെന്ന് ഉറപ്പ് തന്നെയാണ്. പിന്നെ ഈ ആ കാറിൽ കയറ്റിയതിനെ പറ്റി ഇപ്പോഴും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് എന്താ അതിൻ്റെ പ്രശ്നം മനസ്സിലായിട്ടില്ല എന്നാണ് അദ്ദേഹം നടിക്കുന്നത്. ഹിന്ദു പുരാണങ്ങളിൽ ദേവേന്ദ്രൻ അർദ്ധാസനം കൊടുത്ത് ബഹുമാനിക്കാവുന്നൊരു പരിപാടിയുണ്ട്, വീരന്മാരെ. അതേമാതിരി ഈ അർദ്ധാസനം കൊടുത്താൽ ആ കാറ് ശ്രീ പിണറായി വിജയൻ്റെ വ്യക്തിപരമായ കാറല്ല, അത് നമ്പർ 1 ആണത്. കേരളത്തിലെ അത്രയും തന്നെ ഉന്നതമായൊരു വാഹനമാണത്. അത് ഓടുന്നത് എൻ്റെ നിങ്ങളുടെയും നികുതി കൊണ്ടാണ്. അപ്പോൾ അതിനകത്ത് കയറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രതീകമാണ്. അദ്ദേഹം ആ അളവിൽ തൻ്റെ ഒരു മന്ത്രിസഭയിലുള്ള ഒരാളെക്കാൾ അധികം പിണറായി വിജയൻ ശ്രീ വെള്ളാപ്പള്ളി നടേശനെ ആദരിക്കുന്നു, അംഗീകരിക്കുന്നു എന്നാണ്. അപ്പോൾ അതിൽ നടന്നുപോയൊരു വൃദ്ധനായതുകൊണ്ട് കയറ്റി എന്നൊക്കെ ഈ എന്താണ് ന്യായീകരണ തൊഴിലാളികൾ പറഞ്ഞു കേട്ടു. വൃദ്ധന്മാരെ കയറ്റാനുള്ളതാണോ മുഖ്യമന്ത്രിയുടെ കാറ്? അതിന് വേറെ സംവിധാനം ഉണ്ടാക്കണ്ടേ? അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, പിണറായി വിജയൻ്റെയും BJPയുടെയും ഇടയിലുള്ള പാലമാണ് വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹം വെറും ഒരു സാമുദായിക നേതാവല്ല, BDJS എന്ന് പറയുന്ന പാർട്ടിയെ ഉണ്ടാക്കിയതിൻ്റെ സ്ഥാപകനാണ് വെള്ളാപ്പള്ളി. അദ്ദേഹത്തിൻ്റെ പുത്രൻ തുഷാർ വെള്ളാപ്പള്ളിയാണ് അതിൻ്റെ ചെയർമാൻ. ആ പാർട്ടി BJP മുഖ്യ സ്ഥാനത്തുള്ള NDAയിൽ ഘടകകക്ഷിയാണ്. അപ്പോൾ അദ്ദേഹം ആ ഭാഗത്താണ്. അദ്ദേഹത്തിൻ്റെ ഒരു കാല് CPMലും ഒരു കാല് BJPയിലുമാണ്. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്യുന്നത്? മുസ്ലിങ്ങളെ ആക്ഷേപിക്കുക, ക്രിസ്ത്യാനികളെ ആക്ഷേപിക്കുക, മലപ്പുറം ജില്ലയെ ആക്ഷേപിക്കുക. ഇതൊക്കെ BJPക്ക് വേണ്ടി എടുക്കുന്ന സേവനമാണ്. BJPയുടെ പാദസേവ ചെയ്യുന്ന ഒരാളെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാറിൽ കയറ്റി കൊണ്ടുവരുന്നത്. കാറിൽ കയറ്റുക എന്നുള്ള ഒരു പ്രതീകം മാത്രമാണ്. അതേപ്പോൾ ഞാൻ പറയാം, 2015
കോഴിക്കോട്ടെ നൌഷാദ് എന്ന പേരായ ഓട്ടോറിക്ഷ ഡ്രൈവർ ആൾനോടിയിൽ നിന്ന് 2 ആളെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ മരിച്ചുപോയി. അപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് 10 ലക്ഷം ഉറുപ്പ്യ സഹായധനം അനുവദിച്ചപ്പോൾ ഈ വെള്ളാപ്പള്ളിയാണ് പറഞ്ഞത്, അത് ഇത് ഇന്നും തന്നെ തുടങ്ങിയതല്ല, അത് മുസ്ലിം ആയതുകൊണ്ട് കൊടുത്താന്നാ. അന്ന് മുഖ്യമന്ത്രിയല്ല, സംസ്ഥാനത്തെ CPM-ൻ്റെ സെക്രട്ടറി ആയ പിണറായി വിജയൻ പറഞ്ഞത് അദ്ദേഹം കേരളത്തിലെ തൊഗാഡിയാണ് എന്നാ അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇപ്പം എന്താ പറയാത്തത്? ഇപ്പം മിണ്ടുന്നില്ല. അന്ന് അദ്ദേഹത്തിന് അത്രയും പറയേണ്ട ഉത്തരവാദിത്തമല്ല, കാരണം ഒരു പാർട്ടിയുടെ സെക്രട്ടറിയാണ്. ഇന്ന് അദ്ദേഹം എൻ്റെയും നിങ്ങളുടെയും മുഖ്യമന്ത്രിയാണ്, സംസ്ഥാന മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ഇവിടുത്തെ ഏതെങ്കിലും പ്രദേശത്തെയോ ഏതെങ്കിലും സമുദായത്തെയോ ഏതെങ്കിലും സമുദായങ്ങളെയൊക്കെ അപവദിച്ച് വർത്തമാനം പറയുന്നത് ക്രിമിനൽ കുറ്റമാണ്. വിദ്വേഷ പ്രചാരണം, വിദ്വേഷ പ്രസംഗം ക്രിമിനൽ കുറ്റമാണ്. അത് എടുക്കേണ്ട വകുപ്പിൻ്റെ അധ്യക്ഷനാണ് അദ്ദേഹം. ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. അദ്ദേഹം ഇപ്പോൾ അസ്കറിനെ പറഞ്ഞല്ലോ, വിജിലൻസ് കേസിൽ പ്രതിയായ ഒരാളെ വിജിലൻസിൻ്റെ ചാർജുള്ള മുഖ്യമന്ത്രി കാറിൽ കയറ്റാൻ പാടില്ല. അസ്കർക്ക് ഇങ്ങനെ പറയുന്നത് സഹി കെട്ടിട്ട് പറയാണ്, മനസ്സാക്ഷിയുള്ളതുകൊണ്ട് പറയാമെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും വളരെ ഗുണം ചെയ്യും. വിജിലൻസ് കേസ് മാത്രമല്ല, മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട് ഒരു SNDP കാരന്റെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി പ്രതി ചേർക്കപ്പെട്ട ഒരാളാണ്, അതും ഈ ആഭ്യന്തരമന്ത്രിയുടെ കീഴിൽ, വെള്ളാപ്പള്ളി നടേശൻ. അതെ അല്ലേ, അദ്ദേഹത്തിൻ്റെ ഈ അതൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ട്. അത് നിങ്ങൾ എടുത്തു പറഞ്ഞത് നന്നായി. അദ്ദേഹത്തിൻ്റെ ഇത്തരം പ്രഭാഷണങ്ങളും പ്രസ്താവനകളും പ്രതികരണങ്ങളും ഒക്കെ പലതരത്തിൽ കേസെടുക്കാവുന്ന തരത്തിൽ സാമുദായികമായി ചേരിതിരുണ്ടാക്കുക. അപ്പോൾ നമ്മൾ ഈ ചർച്ച ആലോചിച്ച് നോക്കൂ. നമ്മൾ CPM വോട്ട് എന്നോ കോൺഗ്രസ് വോട്ട് എന്നോ മുസ്ലിം ലീഗിൻ്റെ വോട്ട് എന്നോ അല്ല പറയുന്നത്. നായരുടെ വോട്ട്, ക്രിസ്ത്യാനിയുടെ വോട്ട്, ഈഴവൻ്റെ വോട്ട് എന്നാ പറയുന്നത്. ഞാനൊരു ചെറിയ സംശയം ഈ സമയത്ത് ഉന്നയിക്കാം. കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി സാഹചര്യവശാൽ ഒരു നമ്പൂരി സമുദായത്തിൽ നിന്ന് വരുന്ന ഒരാളാണ്, EMS. അദ്ദേഹം 67 വീണ്ടും മുഖ്യമന്ത്രിയായി. അദ്ദേഹം വളരെ പ്രമുഖനായ, കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വലിയ രാഷ്ട്രീയ നേതാവാണ്, യാതൊരു സംശയമില്ല. പക്ഷേ ഇന്ന് ഞാൻ ചോദിക്കുന്നു, കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഏതെങ്കിലും ഒരു മുന്നണി ഒരു നമ്പൂതിരിയെ ഇലക്ഷൻ നിർത്തി ജയിപ്പിക്കാൻ സാധിക്കും എന്ന് ഉറപ്പുണ്ടോ? അപ്പോൾ രാഷ്ട്രീയമായ വോട്ട് എന്നത് മാറിയിട്ട് സാമുദായികമായ വോട്ട് എന്ന് വകതിരിഞ്ഞിട്ടില്ലേ? അങ്ങനെ സംഭവിക്കുകയില്ല എന്ന് ഞാൻ പറയില്ല. അങ്ങനെ പറയാൻ എനിക്ക് വളരെ നാണക്കേട് തോന്നുന്നുണ്ട്. കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ ധാരാളം ആളുകൾ ഇരു മുന്നണികളുമായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കുന്നുണ്ട്. കഴിഞ്ഞ മന്ത്രിസഭയിൽ ഒരു മന്ത്രി ഉണ്ടായിരുന്നു ആ സമുദായത്തിൽ. ഇനി വരാനുള്ള കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അത് ചർച്ച ചെയ്യേണ്ട തരത്തിൽ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന എങ്ങനെയാണല്ലോ, ഈഴവരുടെ വോട്ട് എന്ന് നമ്മൾ പറയുന്നത്, മുസ്ലിമിൻ്റെ വോട്ട് എന്നാണ് പറയുന്നത്, ക്രിസ്ത്യാനിയുടെ വോട്ട് എന്നാണ് പറയുന്നത്. ആ തരത്തിൽ പറയുമ്പോൾ നമ്പൂതിരിയുടെ വോട്ട് എന്ന് പറയേണ്ടി വരില്ലേ? അപ്പോൾ ആ തരത്തിൽ ഇവിടുത്തെ വളരെ ന്യൂനപക്ഷമായൊരു സമുദായമാണ് അവർ. അപ്പോൾ ആളുകളില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഇനി നമ്മുടെ വന്നുകൊണ്ടിരിക്കുന്ന അടുത്ത് വരാൻ പോകുന്ന ഇലക്ഷനിൽ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ജയിപ്പിക്കാൻ സാധിക്കും എന്ന് ഉറപ്പുണ്ടോ? അത് അങ്ങനെ ഒരു സംശയം ഉന്നയിക്കാവുന്ന തരത്തിൽ ഇവിടെ ചേരിതിരിവ് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ അപകടമാണ്. എന്താ കാരണം വെച്ചാൽ നമ്മൾ രാഷ്ട്രീയമായിട്ട് നമുക്ക് തർക്കിക്കാം. അപ്പോൾ അതിൻ്റെ പ്രതീകമാണ്, അത്തരം ചേരിതിരിവുണ്ടാക്കുന്നതിൻ്റെ പ്രതിരൂപമാണ് വെള്ളാപ്പള്ളി നടേശൻ. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അദ്ദേഹത്തിൻ്റെ ഈ തരത്തിലുള്ള കൊള്ളരുതായ്മയ്ക്ക് സമാധാനം പറയേണ്ടി വരുന്നത്. കാരണം അദ്ദേഹമാണ് ഈ വെള്ളാപ്പള്ളിയെ സംരക്ഷിക്കുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ LDFൻ്റെ കൂട്ടത്തിൽപ്പെട്ട ബിനോയ് വിശ്വം, CPIയുടെ സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെ രോഷം പ്രകടിപ്പിച്ചല്ലോ. അപ്പോൾ അതിന് മറുപടി പറയുന്നതിന് പകരം ഞങ്ങൾ ആലോചിക്കാമെന്നല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്. പിണറായി വിജയനല്ല ബിനോയ് വിശ്വം, ബിനോയ് വിശ്വമല്ല പിണറായി വിജയൻ എന്ന് പൂർണ്ണമായി വെള്ളാപ്പള്ളിയെ സംരക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ അസംബന്ധ വാക്യങ്ങൾക്ക് മുഴുവൻ അദ്ദേഹം അടിയിൽ ഒപ്പിട്ട് കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും കഷ്ടമായിട്ടുള്ള കാര്യം. ശ്രീ BN അസ്കർ, പിണറായി വിജയനാണ് CPM, പിണറായി വിജയനാണ് LDF എന്നുകൂടി ഇപ്പോൾ ഈ MN കാരശ്ശേരി പറഞ്ഞതിന് അർത്ഥമുണ്ട്. ഈ ഒരു വസ്തുത, ഇതൊരു വസ്തുതയായി CPM അണികൾ കാണുന്നുണ്ടോ? അത് ഒരു വലിയ തിരിച്ചടിയായി പാർട്ടിക്ക് തന്നെ ആവുന്നുണ്ടോ? പാർട്ടി എന്തെങ്കിലും തരത്തിലുള്ള തിരുത്തൽ പ്രക്രിയയിലേക്ക് പോകും, അതല്ല ഇനി ഒരു 5 കൊല്ലം പ്രതിപക്ഷത്തിരിക്കാം എന്നിട്ട് പാർട്ടിയെ ശക്തിപ്പെടുത്താം എന്നായിരിക്കുമോ പാർട്ടി കരുതുന്നുണ്ടാവുക? അല്ല, അജിം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം
ഏറ്റവും മികച്ച ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും മികച്ച കമ്മ്യൂണിസ്റ്റും ഏറ്റവും മികച്ച പാർട്ടി നേതാവും തന്നെയാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. പക്ഷേ അദ്ദേഹത്തിന് എവിടെയൊക്കെയോ പിശകുകൾ പറ്റുന്നു, അദ്ദേഹത്തിന് ഏതോ ഉപജാപക സംഘത്തിൻ്റെ വലയിൽപ്പെട്ടു പോയിരിക്കുന്നു എന്ന സന്ദേഹമാണ് എന്നെ പോലുള്ള ആളുകൾക്ക് തോന്നുന്നത്. എന്തുകൊണ്ടെന്നാൽ കാരണം ഒരു കപ്പൽ, അതിൻ്റെ കപ്പിത്താൻ ആണ് ആ കപ്പലിനെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത്. ഇവിടെ ആ കപ്പലിൽ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് ആ ലക്ഷ്യം കപ്പലിനോ ആണ് വരേണ്ടത്. മറിച്ച് കപ്പിത്താൻ ഈ കപ്പലിനെ മറ്റൊരു ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. ആ ദുരന്തത്തിലേക്ക് പോകരുത് എന്നുള്ളതാണ്. കാരണം നേരത്തെ കാരശ്ശേരി മാഷി പറഞ്ഞതുപോലെ നമ്മൾ ചർച്ചകളിൽ പോലും ഇപ്പോൾ ഓരോ മതത്തിന്റെ മന്ത്രി വീണ ജോർജ് ഈ കപ്പിത്താനെ പറ്റി പറഞ്ഞപ്പോൾ ജിൻഡോ ഉൾപ്പെടെയുള്ള കോൺഗ്രസ്സുകാർ എത്രയോ തവണ പറഞ്ഞു ഈ കാര്യം. അസ്കർ, മന്ത്രി വീണ ജോർജ് അസംബ്ലിയിൽ പറഞ്ഞപ്പോൾ ജിൻഡോ പോലും ചോദിച്ചു ഈ കപ്പിത്താനെ എങ്ങോട്ടാണ് ഈ കപ്പൽ കൊണ്ടുപോകുന്നത്. പ്രശ്നം അല്ല, ഇത് മനസ്സിലാക്കണം. ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇതിലെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള, ഞാൻ അതുകൊണ്ട് ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഇതൊരു സോഷ്യൽ ഫാബ്രിക്കിൽ മാറ്റം വന്നു കേരളത്തിൽ. അത് നമ്മുടെ ചിന്തകളെ വല്ലാതെ മന്ദീഭവിപ്പിക്കുകയും അതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുണ്ടാവാൻ പോകുന്നത്. അത് കേരളത്തെ പോലെ ഇത്രയും ഊഷ്മളമായി ജനങ്ങൾ ജീവിക്കുന്ന, സൗഹൃദത്തോടെ ഇതര സമുദായങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു നാട്ടിൽ അത് അപകടത്തിൻ്റെ വിത്തുപാകുന്നു എന്നതാണ് ഏറ്റവും അപകടകരം. കാര്യം സംഘപരിവാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ വിചാരധാരയുടെ വെല്ലുവിളികൾ നേരിടുന്ന ഒരു രാജ്യത്ത് കേരളം ഒറ്റപ്പെട്ട തുരുത്തായി പിടിച്ചു നിൽക്കാനാവുന്നത്, അത്തരത്തിലുള്ള വെല്ലുവിളികളെ നേരിടാൻ കഴിയുന്നത് കേരളത്തിലെ ഇടതുപക്ഷ മനസ്സുള്ളത് കൊണ്ടാണ്. ആ ഇടതുപക്ഷ മനസ്സുള്ള കേരളത്തെ മറ്റൊരു വഴിക്ക് തിരിച്ചുവിടുന്നു എന്ന യാഥാർത്ഥ്യം ഇപ്പോഴെങ്കിലും നാം തിരിച്ചറിയണം. ആ തിരിച്ചറിവിന് വേണ്ടിയിട്ടാണ് അത് പാർട്ടി തിരിച്ചറിയണം, പാർട്ടി നേതൃത്വം തിരിച്ചറിയണം. അവർ തിരുത്താനായിട്ട് തയ്യാറായേ മതിയാകൂ. സംഭവിച്ച വീഴ്ചകൾ, പറ്റിപ്പോയ പാളിച്ചകൾ അത് ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു. അതാണ് കമ്മ്യൂണിസ്റ്റുകളുടെ ഏറ്റവും വലിയ മൂല്യമായി ഞാൻ കരുതുന്നത്. എപ്പോഴൊക്കെ പാർട്ടിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടോ ആ തെറ്റ് പാർട്ടി തുറന്നു പറഞ്ഞ് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയുന്ന ഒരു, അല്ലെങ്കിൽ ജനങ്ങളുമായ കാര്യങ്ങൾ സംവദിക്കുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പറ്റിയ തെറ്റിനെ പോലും തിരുത്താനാവാത്ത വിധം പാർട്ടി മാറി. ഞാൻ ഗോവിന്ദ മാഷൊക്കെ പാർട്ടിയുടെ സെക്രട്ടറിയായി വന്നപ്പോൾ അദ്ദേഹത്തെ പോലെ താത്വികമായി അല്ലെങ്കിൽ വർഗ ബഹുജന സംഘടനകളുടെ അമരത്തു നിൽക്കുന്നതിൽ നിന്ന് അദ്ദേഹത്തെ പോലെ താത്വികമായ നിലപാടുകളുള്ള, വളരെ താത്വികമായ അറിവുള്ള ഒരു മനുഷ്യൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി വരുമ്പോൾ അദ്ദേഹം ഈ പാർട്ടിയെ നേർവഴിക്ക് നയിക്കും, അല്ലെങ്കിൽ പാർട്ടിയെ വളരെ ശാക്തീകരിക്കും എന്ന പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അത് വലിയ തോതിൽ പ്രതീക്ഷകൾ പോലും ഇല്ലാതെ പോകുമ്പോൾ നേരത്തെ കാരശ്ശേരി മാഷ് പറഞ്ഞതുപോലെ തന്നെയാണ്, അതൊരു നിരാശയായി ബാധിക്കുകയാണ്. ആ നിരാശ എന്ന് പറയുന്നത് നാളെ എന്നെ ഒരു ഭയം വല്ലാതെ ബാധിക്കുന്നു. കേരളം സംഘപരിവാറിൻ്റെ കൂടാരത്തിലേക്ക് എത്തിക്കുന്നത് പോലെ ഒരു വല്ലാത്ത ഭയം സംഘപരിവാർ പ്രശ്നമുണ്ട്. സംസാരിക്കാൻ പോലും ആൾക്കൂട്ട മർദ്ദനത്തിന് വിധേയനാകേണ്ടി എന്ന് പറയുന്നത് വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യം. ആ വർഗീയ പാർട്ടിക്ക് മറ്റു വർഗീയ പാർട്ടികളുടെ ബന്ധമുണ്ട്. അപ്പോൾ UDF വർഗീയ ചാപ്പ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അസ്കറിനെ പോലുള്ളവർ തിരിച്ച് സംശയിക്കുന്നത് CPM ഈ സംഘപരിവാറിൻ്റെ വളർച്ചയെ കാണാതെ നിൽക്കുന്നു, അല്ലെങ്കിൽ ആ വളർച്ചയ്ക്ക് വഴിയൊരുക്കുന്നു എന്ന് പറയുകയാണ്. അങ്ങനെ വിമർശനം പാർട്ടിക്കോ മുന്നണിക്കോ എതിരെ ഉന്നയിച്ചാൽ അസ്കറിനും കിട്ടും ചാപ്പ. അല്ല, അതിപ്പോൾ ഒരു ഏറ്റവും കൗതുകരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇപ്പോൾ ഏറ്റവും എളുപ്പം ആരെങ്കിലും എന്തെങ്കിലും ചാപ്പയടിക്കുക എന്നുള്ളതാണ് കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുന്നത്. കാരണം ഈ സൈബർ ഇടങ്ങളിൽ, ഈ സൈബർ ഗുണ്ടകളിലൊക്കെ കൊണ്ട് ഇത്തരത്തിൽ ആരെയെങ്കിലും പരസ്പരം ചാപ്പയടിപ്പിക്കാം എന്നുള്ളതിനപ്പുറം യാഥാർത്ഥ്യമായി തന്നെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നാം ഇപ്പോൾ നേരത്തെ കാരശ്ശേരി ചോദിച്ച ഒരു സന്ദേഹമുണ്ട്. EMS പോലെ അല്ലെങ്കിൽ ഒരു നമ്പൂതിരി ഇനി കേരളത്തിൽ തെരഞ്ഞെടുപ്പിനെ മത്സരിക്കാൻ ഒരു പറ്റിയ സീറ്റ് കിട്ടുമോ എന്നുള്ളതാണ്. കാരണം അതൊരു യാഥാർത്ഥ്യമാണ് മാഷേ. ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടേ മതിയാകൂ. ആ യാഥാർത്ഥ്യത്തിന് പുറത്ത് കടക്കുക എന്ന ഏറ്റവും കൗശലവും മായിട്ടുള്ള ഒരു നീക്കമാണ് ഇക്കാര്യത്തിൽ വേണ്ടത്. അത് ഏറ്റെടുക്കുന്നതിന് ഞാൻ ഈ പലപ്പോഴും കരുതുന്നതെന്ന് പറയുന്നത്, ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ നേരത്തെ ഞാൻ ഇവിടെ വലിയൊരു ശൂന്യത കേരളത്തിൽ കാണുന്നു. ആ ശൂന്യത എന്ന് പറയുന്നത് സാംസ്കാരിക നായകന്മാർക്കിടയിൽ നിന്ന് വരേണ്ടി വരുന്ന ശൂന്യത. ഒരു അഴീക്കോട് മാഷോ ഒരു വിജയ മാഷോ കേരളത്തിൽ ഇല്ലാതെ പോയത് ഒരു വല്ലാത്ത ശൂന്യതയായി കേരളത്തിൽ വന്നിരിക്കും. കാരണം കേരളത്തിൽ സാംസ്കാരിക നായകന്മാരെല്ലാം നിശബ്ദരാണ്. ആരും അങ്ങനെ തുറന്ന് കിട്ടിയ കാലത്ത്
ഈ കാലത്ത് ചാപ്പ കിട്ടിയ, കാരണം എം എൻ കാരശ്ശേരിയുടെ ഫുൾ നെയിം മുഴുവൻ പേര് ഇതാണെന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണിത്. അല്ല, നിശ്ചയമായും അത് ആ ഒരു കാലഘട്ടത്തിലാണ്. ഈ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. അല്ലെങ്കിൽ ഒരു VS ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്, VS ഒരു 10 വയസ്സ് കുറഞ്ഞിരുന്ന മനുഷ്യനായിരുന്നു എങ്കിൽ VS ഇന്ന് നമ്മോടൊപ്പം ഉണ്ടാവുകയും നമുക്ക് മുമ്പേ ഈ വെള്ളാപ്പള്ളിയുടെ വിഷലിപ്തമായ വാക്കുകൾക്ക് ശക്തമായ ഭാഷയിൽ അദ്ദേഹം മറുപടി കൊടുക്കുമായിരുന്നു എന്ന് കരുതുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ഈ കേരളത്തെ രക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ട് ചെയ്യാനുള്ളത്. ഇനി അത് പറയാതിരുന്നിട്ട് കാര്യമില്ല, കാരണം പ്രവൃത്തിയുടെ ഘട്ടം കൂടിയാണ്. അങ്ങനെ പ്രവർത്തിക്കുക എന്ന വലിയ ദൗത്യമാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിനുള്ളത്. ഇടതുപക്ഷത്ത് നിന്ന് വോട്ടുകൾ UDF കിട്ടുമെന്ന് പറയുമ്പോൾ VD സതീശൻ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം തൊട്ടുടനെ മീഡിയ അവനോട് ഉൾപ്പെടെ പറഞ്ഞത് ഞങ്ങളും ഇടതുപക്ഷമാണ്. UDF പൊതുവെ വലതുപക്ഷം എന്ന് വിളിക്കുന്നവർക്കുള്ളൊരു മറുപടിയാണ് ഞങ്ങളും ഇടതുപക്ഷമാണ്. ഓക്കെ, അപ്പോൾ LDF വോട്ടുകൾ UDF ആകർഷിക്കണമെങ്കിൽ കുറെ കൂടി ഇടതു സ്വഭാവം UDF കാണിക്കണം. എന്തായിരിക്കും ആ ഇടതു സ്വഭാവം? അല്ല അജിംസെ, നമ്മൾ കുറേ കാലങ്ങളായിട്ട് കേരളത്തിലെ പൊതുധാരയിൽ പറയുന്നതാണ് CPM നേതൃത്വം നൽകുന്ന പക്ഷം ഇടതുപക്ഷവും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പക്ഷം വലതുപക്ഷവും. ആക്ച്വലി കോൺഗ്രസിൻ്റെ ഒരു ഐഡിയോളജിക്കൽ പൊസിഷൻ തന്നെ സെൻട്രൽ ലെഫ്റ്റ് പൊസിഷനാണ്. പല കാലഘട്ടത്തിലും പല നേതാക്കന്മാർക്കും പല വീഴ്ചകളും കാലിടറുകളും ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ ഐഡിയോളജിക്കൽ പൊസിഷൻ സെൻട്രൽ ലെഫ്റ്റാണ്. അത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ കോൺഗ്രസ് ആ രീതിയിൽ തന്നെ കുറേ കൂടി ലെഫ്റ്റ് പൊസിഷൻ എടുത്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. കേരളത്തിൽ യഥാർത്ഥത്തിൽ ഇടതുപക്ഷം ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് പരിശോധിച്ചാൽ പറയാൻ പറ്റും. അത് VD സതീശൻ നേതൃത്വം നൽകുന്ന UDF ആണ് ഇടതുപക്ഷം. ആശാ വർക്കർമാർ തെരുവിൽ സമരം ചെയ്യുമ്പോൾ അവരെ കാണാതെ പോകുന്ന പക്ഷം അതാണ് വലതുപക്ഷം, അത് പിണറായിയുടെ പക്ഷം. പാവപ്പെട്ട ആളുകൾക്ക് പെൻഷൻ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലും ധൂർത്തും കെടുകാര്യസ്ഥയും അഴിമതി നടത്തുന്ന ഒരു സർക്കാർ, അത് വലതുപക്ഷമാണ്, അത് പിണറായി വിജയന്റെ പക്ഷമാണ്. അപ്പോൾ ഇതിനെതിരായിട്ട് ജനങ്ങളുടെ ഒപ്പം നിൽക്കുന്ന പക്ഷമാണ് ഇടതുപക്ഷം. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ അത് CPMന്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മാത്രം പക്ഷമല്ല, ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഭൂരിപക്ഷം ആയിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരോടൊപ്പം നിൽക്കുന്ന മതന്യൂനപക്ഷങ്ങളുടെ സംഘടനകളോടൊപ്പം നിൽക്കുന്ന ഈ പീഡിതരായിട്ടുള്ള മനുഷ്യരുടെ പക്ഷം പറയുന്നതാണ് ഇടതുപക്ഷം. അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളത്തിൽ ജനപക്ഷ സമരങ്ങൾ നടത്തുന്ന, ജനപക്ഷ പോരാട്ടം നടത്തുന്ന UDF ആണ് ഇടതുപക്ഷം. അതുകൊണ്ടാണ് VD സതീശൻ കൃത്യമായിട്ട് പറയുന്നത് അതൊരു ഐഡിയോളജിക്കൽ ഡെഫിനിഷൻ കൂടിയാണ്. കേരളത്തിലെ ഇടതുപക്ഷം ഇന്ന് UDF ആണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ സാധാരണക്കാരുടെ ഒപ്പം നിന്ന് സമരം ചെയ്യാൻ പറ്റുന്നത്. കേരളത്തിന് പൊതുവെ പരമ്പരാഗതമായിട്ട് പതിറ്റാണ്ടുകളായിട്ട് കേരളത്തിന്റെ സ്വഭാവം തന്നെ ഇടതു സ്വഭാവമാണ്, രാഷ്ട്രീയം തന്നെ ഇടതു സ്വഭാവമാണ്. ആ പൊസിഷനിലേക്ക് കോൺഗ്രസ് തിരിച്ചു നടക്കുന്ന സമയത്തൊക്കെ കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതുകൊണ്ടാണ് കോൺഗ്രസിനും UDFനും ഇത്ര വലിയ മേൽക്കൈ കിട്ടുന്നതും. യഥാർത്ഥ ഇടതുപക്ഷത്തോടൊപ്പം ഇടതു സ്വഭാവമുള്ള കേരളത്തിലെ വോട്ടർമാർ നിന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പോലും സൂചിപ്പിക്കുന്നത്. ശരി, നന്ദി ശ്രീ ജിൻഡോ, ശ്രീ എം എൻ കാരശ്ശേരി, ശ്രീ BN അസ്കർ ഇത്രയും സംസാരിച്ചു.